Oxford Academy. Tuition for SSLC 9th Standard, 10th Regular and Holiday Batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. Oxford Academy. For admission, contact 995691 ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂഫ്. അപ്പം മക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്, അതായത് സീസൺസ് ആൻഡ് ടൈം എന്ന് വെച്ചാൽ ഋതുഭേദങ്ങളും സമയവും, അതുപോലെ തന്നെ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, അതായത് കാറ്റിന്റെ ഉറവിടം തേടി. ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് സാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മക്കളെ, ഈ 10 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അത് വേറൊന്നുകൊണ്ടില്ല, ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 2 ചാപ്റ്ററുകളിലായിട്ട് നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, നാളത്തെ അല്ല തിങ്കളാഴ്ചത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ് 4 ചോദ്യങ്ങൾ ഈ 2 പാഠഭാഗങ്ങളിലായിട്ട് വരും. ഓപ്ഷൻസ് ആണല്ലോടാ. ആ 4 ചോദ്യങ്ങളിൽ 2 ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെ ഓപ്ഷൻസ് ആയിരിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി അല്ലേ. രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ 5 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിനും ഒരു ക്വസ്റ്റ്യൻ സെക്കൻഡ് ചാപ്റ്ററിനും ആയിരിക്കും. നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ 4 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഈ 10 ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും ഈ 4 ചോദ്യങ്ങളും വരിക. അതുകൊണ്ട് ഈ 2 ചാപ്റ്ററുകളും കവർ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ചില കുട്ടികൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ മാത്രം ഫുൾ ആയിട്ട് പഠിച്ചവരുണ്ടാവും, ചിലപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ മാത്രം ഫുൾ ആയിട്ട് പഠിച്ചവരുണ്ടാവും. എങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും ശരി, ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചു പോയിക്കോ. മാത്രമല്ല, ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് 3 മാർക്കിനാണോ 5 മാർക്കിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് എഴുതാനുള്ള രീതികൾ കൂടി പറഞ്ഞു തരുന്നതായിരിക്കും. ആൻസേഴ്സ് കൂടി ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഉത്തരങ്ങൾ കൂടി കൃത്യമായി പോയിന്റുകളാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സോഷ്യൽ സയൻസിന്റെ കാര്യമാണ്, നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. പോയിന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാൽ മതി മക്കളെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം മക്കളെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിനോക്സിസ്, സമരാത്രങ്ങൾ, അതുപോലെ തന്നെ സമ്മർ സോൾസ്റ്റേസ് ആൻഡ് വിന്റർ സോൾസ്റ്റേസ്, അതായത് ഗ്രീഷ്മ അയനാന്തവും അതുപോലെ തന്നെ ശൈത്യ അയനാന്തം. ഈ പറഞ്ഞ 3 സംഭവങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ 5 മാർക്കിന് നിങ്ങൾക്കൊരു ചോദ്യം വരും. അതല്ലെങ്കിൽ ഇതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഇതിലേതെങ്കിലും ഒന്നുകിൽ സമരാത്രങ്ങൾ, ഇക്വിനോക്സിസ്, അതല്ലെങ്കിൽ അയനാന്തങ്ങൾ, അതായത് നമ്മുടെ സോൾസ്റ്റേസസ്, ഇതിനെക്കുറിച്ച് മാത്രം നിങ്ങളോട് ചോദിക്കും. അപ്പൊ എന്തായാലും ഈ ടോപ്പിക് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരൊറ്റ ചോദ്യം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്രാവശ്യം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് മക്കളെ, ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഈ ടോപ്പിക് അറിയാത്ത വല്ല മക്കളുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ടോപ്പിക് എന്താണെന്നൊന്ന് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ 3 ഡേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, കാണാതെ പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ആ ടോപ്പിക്ക് പച്ചവെള്ളം പോലെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം ഞാനിപ്പോൾ എടുക്കുന്ന ക്ലാസ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് ചോദ്യങ്ങൾ പറയുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി. അല്ലാത്തവർ ഈ പറയുന്ന സാധനം ഒന്ന് പഠിച്ചു വെക്കണം. ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. മക്കളെ, ഇതാണല്ലോ നമ്മുടെ ഭൂമി അല്ലേ. ഈ ഭൂമിയിൽ, എർത്തിൽ പ്രധാനമായിട്ടും നമ്മൾ 3 ലാറ്റിറ്റ്യൂഡ്സ്, അതായത് 3 അക്ഷാംശ രേഖകൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാ? ഭൂമിയുടെ ഏറ്റവും സെന്ററിലൂടെ കടന്നു പോകുന്ന ഈ രേഖ, ഈ ലൈൻസിനെയാണ് നമ്മൾ പറയുന്നത് ഇക്വേറ്റർ, ഭൂമധ്യരേഖ അല്ലെ. ഭൂമിയുടെ മധ്യത്തിലുള്ള രേഖ. അതിന്റെ ഡിഗ്രി അളവ് നമ്മളിവിടെ പറഞ്ഞു 0 ഡിഗ്രിയാണ് അല്ലെ. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അതായത് 0 ഡിഗ്രി അക്ഷാംശ രേഖക്ക് നമ്മൾ പറയുന്ന പേരാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. മനസ്സിലാക്കി വെക്കണം. നമുക്ക് ഒരുപാട് ടോപ്പിക്കിന് ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിന് ഈ ടോപ്പിക് ആവശ്യമുണ്ട് അല്ലെ. പിന്നെ രണ്ടാമത്തെ ലൈൻസും 3ാമത്തെ ലൈൻസും ഏതാണ് മക്കളെ? ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23 ഡിഗ്രി നോർത്തേൺ ഹെമിസ്ഫിയർ, എന്നിട്ട് കണ്ടില്ലേ, അതായത് ഉത്തരാർദ്ധഗോളം. ഇതെന്താ സാധനം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഭൂമിയുടെ ഈ ഭൂമധ്യരേഖയിലടാ, ഈ ഭൂമധ്യരേഖയുടെ ടോപ്പിലുള്ള ഈ ഒരു ഹാഫ് സർക്കിൾ, അതായത് പകുതി ഗോളത്തെ, അർദ്ധഗോളത്തെയാണ് നമ്മൾ ഉത്തരാർദ്ധഗോളം എന്ന് പറയുന്നത്. മുകളിൽ വടക്കാണ്, വടക്കിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ഉത്തരം, അതിന്റെ ഇംഗ്ലീഷ് നോർത്ത്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ. ഫുൾ ഗോളത്തിനെ നമ്മൾ എന്താ പറയാ, ഗോളം അല്ലെങ്കിൽ സ്ഫിയർ എന്ന് പറയും. പകുതികളെ നമ്മൾ എന്താ പറയാ, ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം എന്ന് പറയും. അപ്പൊ ഇതാണ് ഉത്തരാർദ്ധഗോളം. അതുപോലെ തന്നെ താഴെയുള്ള ഈ പീസ്, ഈ ഒരു അർദ്ധഗോളത്തിനെയാണ് നമ്മൾ ദക്ഷിണാർദ്ധഗോളം അഥവാ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയാം. അപ്പം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ നോർത്തേൺ ഹെമിസ്ഫിയർ ഉത്തരാർദ്ധഗോളമാണ്, താഴെ സദേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധഗോളമാണെന്ന് മക്കളെ മനസ്സിലാക്കി വെക്കണം. ഇത് രണ്ടാമത്തെ ചാപ്റ്ററിലും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മറക്കരുതേ. അപ്പൊ നമ്മൾ പറഞ്ഞു 23 ഡിഗ്രി ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഈ ലൈന് നമ്മൾ പറയുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ. മാറിപ്പോരുത്. ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ് മാറാൻ ചാൻസ്. മറ്റവർക്ക് പിന്നെ ഉത്തരാർദ്ധഗോളം ഓർത്താൽ ഉത്തരായന രേഖ എന്ന് പഠിക്കാൻ എളുപ്പമാണ്. ഇംഗ്ലീഷ്
മീഡിയക്കാർക്ക് ക്യാൻസറിനെ ഓർത്താൽ മതി കേട്ടോ. ദെൻ അടുത്തത് 23 ഡിഗ്രി ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതായത് സദേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധഗോളത്തിലുള്ള 23 ഡിഗ്രി ലൈൻ. ഇവിടെ കണ്ട എസ് കൊടുത്തത് സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ 3 ലൈൻസ് നിങ്ങൾ പഠിക്കണം. ഇവിടെ കണ്ടില്ല മക്കളെ, ഒരു റെഡ് മാർക്കിലാണ് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ഈ ഏരിയ സൂചിപ്പിക്കുന്നത് എന്താ അറിയാം മക്കളെ, നമ്മുടെ സൂര്യൻ, നമ്മുടെ സ്വന്തം സൂര്യമാവനില്ലടാ, ഈ സൂര്യേട്ടൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു മേഖലയിൽ ഈ 23 ഡിഗ്രിക്കും ഈ 23 ഡിഗ്രിക്കും ഇടയിലാണ് എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങാറുള്ളത്. അതായത് സൂര്യന്റെ പ്രകാശം ഈ സ്ഥലത്തൊക്കെ കിട്ടാറുണ്ടെങ്കിലും സൂര്യന്റെ ചൂടും പ്രകാശവും ഏറ്റവും കൂടുതൽ എപ്പോഴും കിട്ടാറുള്ള ഒരു ഏരിയ എന്നാണ് 23 മുതൽ 23 വരെയുള്ള ഏരിയയാണ്. അതിന്റെ കാരണം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംഭവം നമ്മുടെ ഭൂമി എപ്പോഴും ലാലേട്ടനെ പോലെ 23 ഡിഗ്രി ചെരിഞ്ഞ് എന്താ മോനെ ദിനേശ ഇങ്ങനെ ചോദിച്ചു നിൽക്കല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഭൂമിക്ക് ഒരു ചെറിയ ചെരിവുള്ളത് കൊണ്ട് 23 ഡിഗ്രിയാണ് ആ ചെരിവ്. ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്, അച്ചുതണ്ടിന്റെ ചെരിവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് മോനെ ദിനേശ ഭൂമി എപ്പോഴും 23 ഡിഗ്രി ചെരിഞ്ഞ് നിൽക്കൂ. ഓക്കെ, അപ്പോൾ ആ ചെരിവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സൂര്യന്റെ വെളിച്ചം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സൂര്യൻ ലംബമായി പ്രകാശിക്കുന്നത് എപ്പോഴും ഈ 23 ഡിഗ്രിക്കും 23 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. അതെപ്പോഴും മക്കൾ മനസ്സിലാക്കണം. ഇനി ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ, ചില ഡേറ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അതായത് പ്രധാനമായിട്ടും 4 ഡേറ്റുകൾ. ഈ 4 ഡേറ്റുകൾ, ഒരു കൊല്ലത്തിൽ 4 ദിവസങ്ങളിൽ സൂര്യൻ ഈ പറയുന്ന രേഖകളിലൊക്കെ ലംബമായിട്ട് ഇങ്ങനെ കുത്തനെ വന്ന് നിൽക്കും. ഓക്കെ, അതേതൊക്കെ ഡേറ്റുകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വിനോക്സിസും ഉത്തരായനവും ദക്ഷിണായനവും സീസൺസും ഒക്കെ പഠിക്കാൻ എളുപ്പമാണ്. അതേപോലെ അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മൺസൂൺ സീസൺ വരെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പൊ 2 ചാപ്റ്ററിന് ആവശ്യമുള്ള ടോപ്പിക്കാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളി മക്കളെ. ഞാനിതാ നമ്മുടെ സൂര്യമാവനെ ഇങ്ങെടുക്കുകയാണ്. നിങ്ങൾ ഞാൻ എടുക്കും അല്ലേ. അപ്പൊ മക്കളെ, നമ്മുടെ ഈ സൂര്യേട്ടൻ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്? ഇക്വേറ്ററിന്റെ മുകളിലല്ലടാ, ഇക്വേറ്ററിന്റെ മുകളിലല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ 0 ഡിഗ്രി ഈ അക്ഷാംശ രേഖയുണ്ടല്ലോ, ലാറ്റിറ്റ്യൂഡ്, അതിന്റെ നേരെ മുകളിൽ സൂര്യൻ ഇങ്ങനെ കുത്തനെ വെർട്ടിക്കലായിട്ട് ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസമുണ്ടടാ. ഒരു ദിവസമല്ല, 2 ദിവസമുണ്ടടാ. ആ 2 ദിവസം ഏതാണെന്ന് അറിയാം മക്കളെ? ആ ഡേറ്റ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എഴുതി തരാം. നോട്ട് ചെയ്ത് വെച്ചോ, ഓർമ്മിച്ച് വെച്ചോ. ഒന്ന് 21-ാം തീയതി. ഏത് 21-ാം തീയതി? മാർച്ച് 21-ാം തീയതി സൂര്യൻ നിങ്ങൾ നോക്കുമ്പോൾ ഭൂമധ്യരേഖയിലുള്ള ഈ രാജ്യങ്ങൾ, ഇവിടെ കുറെ രാജ്യങ്ങളുണ്ട്, ഇക്വഡോറൊക്കെ പോലുള്ള കുറെ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ നിങ്ങൾ പോയി നിന്നാൽ നിങ്ങളുടെ തലന്റെ മണ്ടക്ക് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മക്കളെ, കാണാൻ പറ്റും. ഇനി മാർച്ച് 21 മാത്രമല്ലടാ, സെപ്റ്റംബർ 33-നും നിങ്ങൾക്ക് കാണാം സൂര്യൻ ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി ഈ ലൈനിന്റെ മണ്ടക്ക് തന്നെ നിൽക്കും. അപ്പൊ സൂര്യന്റെ കൽബ്, സൂര്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ലൈനാണ് മക്കളെ ഭൂമധ്യരേഖ. ഒരു കൊല്ലം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങി നടക്കുന്ന സൂര്യൻ 2 ദിവസം ഈ ലൈനിന്റെ നേരെ മുകളിൽ വന്ന് നിൽക്കും. ഓക്കെ, ഏതൊക്കെയാണ് മക്കളെ 2 ദിവസം? മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉമാണ് ആ 2 ഡേറ്റ്. അപ്പൊ സൂര്യന് ഏറ്റവും കൂടുതൽ പ്രണയമുള്ള, ഏറ്റവും കൂടുതൽ മുഹബത്തുള്ള ഒരു ലൈനാണ് നമ്മുടെ ഏത് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്ന് മക്കളൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, മറക്കല്ലേ, ഈ 2 ഡേറ്റ് മറക്കല്ലേ. ഇനി സൂര്യൻ ഭൂമിയുടെ സെന്ററിലല്ലടാ, ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഭൂമിയുടെ സെന്ററിലുള്ള ലൈനല്ലടാ. അപ്പൊ ഭൂമിയുടെ നേരെ മധ്യത്തിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പറഞ്ഞ ഉത്തരാർദ്ധഗോളത്തിൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള മൊഞ്ചന്മാർക്കും അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലുള്ള മൊഞ്ചന്മാർക്കും മൊഞ്ചത്തികൾക്കും ഒക്കെ ഒരുപോലെ വെളിച്ചം കിട്ടും. കാരണം സെന്ററിലാണ്. നമ്മളൊരു ടോർച്ച് എടുത്ത് ഇങ്ങനെ സെന്ററിൽ അടിച്ചു കഴിഞ്ഞാൽ 2 ഭാഗത്തും ഒരുപോലെ ഇല്ലടാ വെളിച്ചം കിട്ടുക. ഇനി ഭൂമിയുടെ അപ്പുറത്തുള്ള ചങ്ങൈമാർക്ക് എന്തായിരിക്കും? ഒരേപോലെ രാത്രിയായിരിക്കും. അപ്പോൾ ഭൂമിയിൽ മുഴുവൻ, അത് നോർത്തേൺ ഹെമിസ്ഫിയർ ആയാലും സദേൺ ഹെമിസ്ഫിയർ ആയാലും, എന്ന് വെച്ചാൽ ഉത്തരാർദ്ധഗോളമായാലും ദക്ഷിണാർദ്ധഗോളമായാലും തുല്യ അളവിൽ, അതായത് ഒരു ദിവസം എന്നാണ് 24 മണിക്കൂർ അല്ലടാ. ആ 24 മണിക്കൂറിന്റെ തുല്യം എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ അല്ലേ. അപ്പം 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും ഭൂമിയിൽ അനുഭവപ്പെടുന്ന, ഭൂമിയിൽ എല്ലായിടത്തും ഈക്വലായിട്ട് രാത്രിയും പകലും അനുഭവപ്പെടുന്ന 2 ദിവസങ്ങളാണ് മക്കളെ ഉള്ളത്. ഏതാണ്? മാർച്ച് 21-ഉം സെപ്റ്റംബർ 23-ഉം ആണത്. അതിന്റെ കാരണം എന്താണ് മക്കളെ? അന്ന് നമ്മുടെ സൂര്യമാവൻ എവിടെയായിരിക്കും? ഭൂമധ്യരേഖയിൽ, ഭൂമിയുടെ മധ്യത്തിലുള്ള ഇക്വേറ്റർ എന്ന് പറഞ്ഞ ലൈനിൽ ഇങ്ങനെ ലംബമായിട്ട് വെർട്ടിക്കലായിട്ട് ഫാൾ ചെയ്തിരിക്കും. അതുകൊണ്ട് ആ ഡേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിനോക്സിസ്, സമരാത്രങ്ങൾ. ഓക്കെ, മലയാളത്തിൽ ഇതിന് വിഷുവങ്ങൾ എന്നൊരു പേര് കൂടി നമ്മുടെ മൊഞ്ചന്മാർ ഇട്ടിട്ടുണ്ട്, മറക്കരുത്. അപ്പൊ മക്കളെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. എന്താണ് സമരാത്രങ്ങൾ അഥവാ ഇക്വിനോക്സിസ്? അത് ഏതൊക്കെ ഡേറ്റ് ആണ്? ആ ഡേറ്റിന് നമ്മുടെ ഡേ ആൻഡ് നൈറ്റിൽ, രാത്രിയിലും പകലിലും ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? അന്ന് ഇക്വിനോക്സിസ് എന്ന് പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ, സമരാത്രങ്ങൾ എന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 21 സെപ്റ്റംബർ 23 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അന്നേ ദിവസം ദ സൺറൈസ് ഫാൾസ് വെർട്ടിക്കലി ഓൺ
അല്ലെങ്കിൽ ഓവർ ഇക്വേറ്റർ. അന്ന് സൂര്യരശ്മികൾ ലംബമായി ഭൂമധ്യരേഖയിലാണ് പതിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല അന്നേ ദിവസം ഭൂമിയിൽ 2 അർദ്ധഗോളത്തിലും ഇൻ ബോത്ത് ഹെമിസ്ഫിയർ അല്ലെ 2 അർദ്ധഗോളങ്ങളിലും എന്താ സംഭവിക്കുക, ഈക്വൽ ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഒക്കെ, അതായത് തുല്യ അളവിലുള്ള രാത്രിയും പകലുമായിരിക്കും അനുഭവപ്പെടുക. കിട്ടിയില്ല മക്കളെ, കിട്ടി, നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡേറ്റിലേക്ക് പോവാടാ. എന്താ അവിടെ സംഭവിക്കാൻ പോകണം നോക്ക്. ഇപ്പൊ മാർച്ച് 21 വിചാരിച്ചോ, ഇനിയുള്ള മാസം ഏതാ, ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ മെയ് കഴിഞ്ഞാൽ പിന്നെ ജൂൺ, അങ്ങനെ കൃത്യം 3 മാസം കഴിയുമ്പോൾ നമ്മുടെ സൂര്യൻ തൊട്ടടുത്തുള്ള അടുത്ത ലാറ്റിറ്റ്യൂഡിലേക്ക് ഒഴുകി എത്തുകയാണ്, അല്ലെങ്കിൽ ഓടി പോവുകയാണ്. 3 മാസം കഴിയുമ്പോൾ ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മണ്ടക്കായിരിക്കും നമ്മുടെ സൂര്യമാവൻ ജ്വലിച്ചു നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യത്തിന്റെ ഏറ്റവും സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ കൂടിയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ കാണാം, നമ്മുടെ ഏറ്റവും സെന്റർ, ഇന്ത്യയുടെ കറക്റ്റ് സെന്ററിലൂടെ ഈ ലൈൻ 23.5 ഡിഗ്രി നോർത്ത് എന്നറിയപ്പെടുന്ന ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന ലൈൻ കടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഈ സെന്റർ ഭാഗത്ത് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഏത് ദിവസം, ജൂൺ 21, ഏത് ദിവസം മക്കളെ, ജൂൺ 21 നിങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ സെന്റർ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ നിന്നും മൊട്ടയടിച്ച് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം മക്കളെ, ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. കാരണം പെരും ചൂടായിരിക്കും. കാരണം എന്താണ്, അന്ന് സൂര്യമാവൻ നമ്മുടെ തലൻ്റെ നൊട്ട മുകളിലായിരിക്കും. അപ്പോൾ ഈ ജൂൺ 21 ഇന്ത്യയുടെ ഈ ലൈൻ്റെ മേലെ മാത്രമല്ല, ഏകദേശം ഇന്ത്യയിൽ മുഴുവൻ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ നമ്മൾ കേരളത്തിലുള്ള മക്കൾക്കൊന്നും ഈ ചൂട് അത്ര അറിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ, അന്ന് നമുക്ക് മൺസൂൺ എന്ന് പറഞ്ഞ കാറ്റ് വരുന്നുണ്ട്. ഈ കാറ്റ് മുഹബത്തിന്റെ മഴ പെയ്യിക്കുന്നുണ്ടല്ല, ആ മഴ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ചൂട് അറിയുന്നില്ല എന്നുള്ളൂ. പക്ഷെ ആ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ മക്കളെ വിവരറിയും. നിങ്ങൾ ജൂൺ 21 ഒന്ന് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് ഒന്ന് പോയോക്കണ്ടി, ഓംപ്ലേറ്റ് അല്ല, നിങ്ങൾ എന്നെ ഉരുകിപ്പോവും. അത്രയും ചൂടായിരിക്കും ഈ ജൂൺ 21 നമ്മുടെ ഇന്ത്യയിൽ ഈ ലൈനിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുക. ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ഈ ലൈൻ കടന്നു പോകുന്ന കുറേ രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യ ഒക്കെ പോലുള്ള കുറേ രാജ്യങ്ങൾ. ജൂൺ മാസത്തിൽ സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്യുന്ന മക്കളോട് ചോദിച്ചാൽ മതി, പ്രവാസികളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ഇത് ചൂടാണപ്പാ, നരകത്തിൽ പോലും ഇത്രയും ചൂടുണ്ടാവില്ല എന്ന് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, നരകത്തിൽ എത്ര ചൂടുണ്ടാവുമെന്ന് എനിക്കറിയാം, ഞാൻ പോയോക്കില്ല, നമുക്ക് ഒരുമിച്ച് പോയോക്കിട്ട് നോക്കാം അല്ലേ. അപ്പൊ എന്തായാലും മനസ്സിലാക്കും മക്കളെ, ജൂൺ 21 ദ സൺറൈസ് ഫാൾസ് വെർട്ടിക്കലി ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതായത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയിൽ ലംബമായി പ്രകാശിക്കും. ഇനി ഈ സമയത്ത് ഡേ ആൻഡ് നൈറ്റ് ഒരുപോലെ ആയിരിക്കുമോടാ? അല്ലല്ലോ. നോർത്തേൺ ഹെമിസ്ഫിയറിലല്ലേ സൂര്യൻ കിടക്കുന്നത്. അപ്പൊ ഇവിടെ സൂര്യൻ ഇല്ലല്ലോ. ദക്ഷിണാർദ്ധഗോളം അഥവാ സദേൺ ഹെമിസ്ഫിയറിൽ സൂര്യൻ ഇല്ല അല്ലെ, ഒറ്റ സൂര്യനല്ലോടാ ഉള്ളൂ നമുക്ക് ഭൂമിയിൽ. ഇവിടെ ഒരാൾ പോകുമ്പോൾ സ്പെയറിന് ഒരാൾ ഇവിടെ വന്ന് നിൽക്കുമോ? ഇല്ല. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സൂര്യൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇവന്മാർക്ക് നല്ല തണുപ്പായിരിക്കുമല്ലോടാ അല്ലെ, ഇവന്മാർക്ക് നല്ല തണുപ്പായിരിക്കും, ഇവന്മാർക്ക് നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വേനൽക്കാലം വരുന്നത് ഏത് മാസമായിരിക്കടാ? അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം തുടങ്ങുന്നത് ഏത് ഡേറ്റിനായിരിക്കടാ? ജൂൺ 21 ജൂൺ 21 നമ്മുടെ നെഞ്ചത്ത് സൂര്യൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് സമ്മർ, വേനൽക്കാലം വരുന്നത്, വേനൽക്കാലത്തിന് മലയാളത്തിൽ ഗ്രീഷ്മം എന്ന് പറയും. ഓക്കെ, ആ പേരും കൂടി ഓർത്തുക. ഗ്രീഷ്മം എന്ന് കേട്ടാൽ ചൂടാണ് മക്കളെ, ചൂടാണ്. അപ്പം എന്തായാലും ജൂൺ 21 നമ്മുടെ സൂര്യൻ ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മണ്ടക്കായതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമുക്ക് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സമ്മർ തുടങ്ങുന്ന, വേനൽക്കാലം തുടങ്ങുന്ന ഡേറ്റ് ആയതുകൊണ്ട് ആ ഡേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്തം. അപ്പൊ സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്തം ഏതാ ഡേറ്റ് നമുക്കൊക്കെ മനസ്സിലായോ? ജൂൺ 21 മക്കളെ, ജൂൺ 21 മറക്കരുതുണ്ടി, മറക്കരുത്. ഓക്കെ, അപ്പൊ ഈ ജൂൺ 21 പ്രത്യേകത എന്തായിരിക്കടാ? ചൂട് കൂടുതലല്ലടാ, ചൂട് കൂടും. അതേപോലെ തന്നെ സൂര്യൻ ഇവിടെ കിടന്ന് ഇങ്ങനെ പൂണ്ട് വിളയാടുകയാണ് അല്ലെ. സ്വാഭാവികമായിട്ടും പകലിന് ദൈർഘ്യം കൂടൂലേ? സൂര്യനല്ലടാ പകലുണ്ടാക്കുന്നത്, സൂര്യൻ ഇല്ലെങ്കിലല്ലേ രാത്രി ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ ഉത്തരാർദ്ധഗോളത്തിൽ സംഭവിക്കുന്നത്? സംഭവം വേറൊന്നുമല്ലടാ, ഇവിടെ പകലിന് ദൈർഘ്യം കൂടും. ലോങ്ങർ ഡേയ്സ് ഒക്കർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ഓൺ ജൂൺ 21 അല്ലേ, അതായത് ജൂൺ 21 ദൈർഘ്യമേറിയ അല്ലെ, അതായത് ലോങ്ങർ അല്ലെ, ഏറ്റവും ദൈർഘ്യമേറിയ പകലുകൾ ഇവിടെ അനുഭവപ്പെടും. അപ്പൊ ഇവിടെയോ, ഇവിടെ ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും. അത് നിങ്ങൾ മെൻഷൻ ചെയ്യണ്ട. നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്ത്യയൊക്കെ ഉള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറിലല്ലേ, നമ്മൾ ഇതിന്റെ മണ്ടക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാര്യം മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെ പറയാ? ജൂൺ 21 എന്ത് ചെയ്യുന്നു? ദൈർഘ്യമേറിയ രാത്രി പകലും, അതായത് ലോങ്ങർ ഡേയ്സും അതേപോലെ ദൈർഘ്യം കുറഞ്ഞ രാത്രി, അതായത് ഷോർട്ടർ നൈറ്റ്സും ഒക്കറിയും എവിടെ ഉണ്ടാകും? എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളത്തിൽ. മനസ്സിലായോ? അപ്പൊ നമുക്ക് സമ്മർ സോൾസ്റ്റേസ് അഥവാ എന്താ പറയുക, ഗ്രീഷ്മായനാന്തം എന്താണെന്ന് മനസ്സിലായില്ലേ മക്കളെ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇട് മക്കളെ, ലൈക്ക് ഇട്. ഇനി നമുക്ക് തൊട്ട് താഴേക്ക് തന്നെ വരാം. നമുക്കിപ്പോ ജൂൺ 21 ജൂൺ 21 കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, വീണ്ടും സെപ്റ്റംബർ 23 സൂര്യൻ
സൂര്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെത്തിയടാ, നമ്മുടെ ഭൂമധ്യരേഖയുടെ മധ്യത്തിലായി. ആ ദിവസത്തിന് നമ്മൾ വീണ്ടും എന്താ പറയല്, ഈ ഡേറ്റിന് നമ്മൾ പറയാറുള്ളത് ഇക്വിനോക്സിസ്, സമരാത്രങ്ങൾ. അപ്പൊ വീണ്ടും സമരാത്രങ്ങൾ വന്നു. അത് കഴിഞ്ഞ ശേഷം ഇനി എന്താ സംഭവിക്കുന്നത്, സൂര്യൻ താഴേക്ക് ഇറങ്ങുകയാണ് അല്ലേ. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലടാ, നമുക്ക് തണുപ്പായിരിക്കും, ഭയങ്കര തണുപ്പ് അല്ലേ. സോ ഡിസംബറിലല്ലടാ നമുക്ക് ക്രിസ്മസിന്റെ ഒക്കെ സമയത്ത്, ക്രിസ്മസ് എക്സാമിന്റെ ഒക്കെ സമയത്ത് നമുക്ക് ഭയങ്കര തണുപ്പല്ലടാ ഉണ്ടാവുക. നമുക്ക് അത്ര തണുപ്പിലേക്ക് നമ്മുടെ മണാലിയിലേക്കൊക്കെ പോയാൽ മഞ്ഞ് പെയ്യുന്ന കാലമായിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും മക്കളെ എന്താ മനസ്സിലാക്കേണ്ടത്, ഡിസംബർ, ആ ഡിസംബറിലെ ഡേറ്റ് ഞാൻ കൊടുക്കാൻ പോവാണ്, ഡിസംബർ 22. ഓക്കെ, ഡിസംബർ 22 കൃത്യമായിട്ട് ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മണ്ടക്കായിരിക്കും നമ്മുടെ സൂര്യമാവൻ ഉദിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് എന്താ അവിടെ സംഭവിക്കുക, നേരത്തെ ഇവിടെ സംഭവിച്ചതല്ലേ ഇവിടെ സംഭവിക്കുക, ഇവിടെ ചൂട് കൂടും. പക്ഷെ നമ്മൾ അത് നോക്കണ്ട, ഇവിടുത്തെ ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ ഇവിടെ അല്ലേ. അപ്പൊ നോർത്ത് ഹെമിസ്ഫിയറിൽ എന്ത് സംഭവിക്കുന്ന നോക്കണ്ടേ, ഇവിടുത്തെ സൂര്യൻ ഇവിടേക്ക് പോയില്ലേ, നമുക്ക് സൂര്യൻ ഇല്ല, നമ്മുടെ കൽബ് പോയി. അപ്പൊ എന്താ ഈ തണുപ്പ് വരും അല്ലേ. കാരണം എന്താ, നോർത്ത് ഹെമിസ്ഫിയർ ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യൻ ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഡിസംബർ 22 ഡിസംബർ 22 the sunrise falls vertically over tropic of Capricorn, അതായത് ദക്ഷിണായന രേഖക്ക് നേർമുകളിലായിരിക്കും ഡിസംബർ 22 സൂര്യൻ ഉദിക്കുന്നത് അല്ലെ, സൂര്യന്റെ സ്ഥാനം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക, ഉത്തരാർദ്ധഗോളം മുഴുവൻ, ഉത്തരാർദ്ധഗോളം അല്ലെങ്കിൽ നോർത്ത് ഹെമിസ്ഫിയർ മുഴുവൻ എന്തായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. അതായത് നമുക്ക് തണുപ്പ് തുടങ്ങുന്നത് വിന്റർ അല്ലെ, തണുപ്പിന് എന്താ പറയുക വിന്റർ, മലയാളത്തിൽ ശൈത്യം എന്ന് കൂടി പറയില്ലേ. അപ്പൊ നമുക്ക് ശൈത്യം അല്ലെങ്കിൽ വിന്റർ തുടങ്ങുന്നത് ഡിസംബർ 22 നമുക്ക് മനസ്സിലാക്കുക. ആ ഡിസംബർ 22 നമ്മൾ എന്തെന്ന് പറയുന്നത്, ശൈത്യായനാന്തം അഥവാ വിന്റർ സോൾസ്റ്റേസ് എന്ന് പറയുന്നത്. അപ്പം ആ ഡിസംബർ 22 നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കടാ, പകലുണ്ടാവുമോ, പകലുണ്ടാവും, വളരെ കുറവായിരിക്കും, കാരണം സൂര്യൻ നമ്മുടെ അടുത്തല്ല. അപ്പൊ എന്താ, പകലിന് ദൈർഘ്യം കുറവായിരിക്കും, ഷോർട്ടർ ഡേയ്സ് ആണ് ഉണ്ടാവുക. എന്നാൽ രാത്രിയോ ഒരുപാട് സമയം നമുക്ക് ഉറങ്ങാൻ ടൈം കിട്ടില്ലടാ ഡിസംബറിലൊക്കെ. കാരണം എന്താണ്, അന്ന് സൂര്യൻ നമ്മുടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് ലോങ്ങർ നൈറ്റ്സ്, അതായത് ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും. അപ്പോൾ സമ്മർ സോൾസ്റ്റേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വിന്റർ സോൾസ്റ്റേസ് എന്നാണ് മനസ്സിലാക്കിയാൽ മതി. ഈ രണ്ട് ഡേറ്റുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സോൾസ്റ്റേസിനും ആൻസർ കിട്ടും. അതേപോലെ തന്നെ ഈ രണ്ട് ഡേറ്റ്, ജൂൺ 21 നമുക്ക് സമ്മർ സീസൺ അതായത് വേനൽക്കാലം തുടങ്ങുന്നത്, ഡിസംബർ 22 നമുക്ക് ഏത് കാലം തുടങ്ങുന്നത്, നമ്മുടെ ശൈത്യകാലം വിന്റർ സീസൺ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീസൺസും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സംഭവം കിട്ടില്ല മക്കളെ. ഇനി നമുക്ക് സമ്മർ സോൾസ്റ്റേസ് എന്താണ്, വിന്റർ സോൾസ്റ്റേസ് എന്താണ്, അതേപോലെ ഇക്വിനോക്സിസ് എന്താണെന്ന് ഒരു ചോദ്യം വന്നാൽ എങ്ങനെ ആൻസർ ചെയ്തെന്ന് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞൊന്നു, ഇനി ഞാൻ സ്പീഡിലുണ്ട് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. അതായത് ഇക്വിനോക്സിസ് അല്ലെങ്കിൽ സമരാത്രങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ, ഇതിന്റെ മലയാളം താഴത്തിന്റെ വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്രങ്ങൾ, ഇതാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത്, ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ വിൽ ബി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. അതായത് സൂര്യന്റെ അയനം, സൂര്യൻ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോകുന്നതിന്, നമ്മൾ നേരത്തെ പറഞ്ഞേ സൂര്യൻ ഇങ്ങനെ നോർത്ത് ഹെമിസ്ഫിയറിലേക്കും സദേൺ ഹെമിസ്ഫിയറിലേക്കും വരുന്നതിനാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ അഥവാ സൂര്യന്റെ അയനം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ സൂര്യന്റെ അയനം മാർച്ച് 21 സെപ്റ്റംബർ 23 എവിടെയായിരിക്കും, ഭൂമധ്യരേഖക്ക് നേർമുകളിലായിരിക്കും. അതായത് സൂര്യന്റെ സ്ഥാനം അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഭൂമധ്യരേഖക്ക് നേരെ മുകളിലായിരിക്കും. Then so equal amount of sunlight is received both the hemisphere. അതുകൊണ്ട് രണ്ട് അർദ്ധഗോളത്തിലും, ഉത്തരാർദ്ധഗോളമായാലും ദക്ഷിണാർദ്ധഗോളമായാലും തുല്യ അളവിലുള്ള രാത്രിയും പകലുമായിരിക്കും അനുഭവപ്പെടുക. The length of the day night will be equal on these days in both hemisphere. മനസ്സിലായില്ലേ, രണ്ടും എന്തായിരിക്കും, രണ്ട് ലെങ്ത് സെയിം ആയിരിക്കും. അതുകൊണ്ട് these days are called equinoxes. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളെ നമ്മൾ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. കിട്ടിയില്ല മക്കളെ, ഈ പോയിന്റുകൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി. ഇനി അടുത്തത് സമ്മർ സോൾസ്റ്റേസ്, അതായത് ഉഷ്ണായനാന്തം അല്ലെങ്കിൽ ഗ്രീഷ്മായനാന്തം അല്ലെ. സോ ഗ്രീഷ്മായനാന്തം മലയാളം താഴെ കൊടുത്തിട്ടുണ്ട്. സോ നോക്കൂ, മാർച്ച് 21 എന്ത് ചെയ്യും, സൂര്യൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, നേരെ മുകളിലേക്ക് അപ്പാരന്റ് മൂവ്മെന്റ് അല്ലേ, നേരെ മാർച്ച് 21 ശേഷം മുകളിലേക്ക് നോർത്ത് ഹെമിസ്ഫിയറിലേക്ക് നീങ്ങും. നമ്മൾ നേരത്തെ ചിത്രം പറഞ്ഞല്ലോ, അങ്ങനെ പോയ സൂര്യൻ എന്ത് ചെയ്യും, ഇക്വേറ്റർ കടന്ന് നേരെ പോയിട്ട് അവസാനം ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തുമെന്നാണ് പറഞ്ഞത്. അപ്പൊ മാർച്ച് 21 മുതൽ സൂര്യൻ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ടേക്ക് ഉത്തരാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്ത് നേരെ എന്ത് ചെയ്യും, 23 ഡിഗ്രി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരായനരേഖ മുകളിൽ ജൂൺ 21 എത്തിച്ചേരും. Then during this day the longer day and shorter nights occur in northern hemisphere. ആ സമയത്ത് നമ്മുടെ ഇന്ത്യക്ക് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ഹെമിസ്ഫിയർ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും, ഭയങ്കരമായിട്ടുള്ള എന്ത് ചൂട് തുടങ്ങും അല്ലേ. അപ്പം പകലിന് ദൈർഘ്യം കൂടും, അതേപോലെ തന്നെ രാത്രിക്ക് ദൈർഘ്യം കുറയും. ദിസ് ഡേ ഈസ് നോൺ ആസ് ദ സമ്മർ സോൾസ്റ്റേസ് ഇൻ നോർത്ത് ഹെമിസ്ഫിയർ. ഇതിനെയാണ് നമ്മൾ ഗ്രീഷ്മായനാന്തം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റേസ് എന്ന് വിളിക്കുന്നത്. കിട്ടിയില്ല മക്കളെ. ഇനി അടുത്ത വിന്റർ സോൾസ്റ്റേസ്, അതായത് വിന്റർ സോൾസ്റ്റേസ് എന്ന് പറഞ്ഞാൽ ശൈത്യ അയനാന്തമാണ്. ഏതാ ഡേറ്റ്, ഡിസംബർ 22. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഫ്രം സെപ്റ്റംബർ 23 onwards the sun apparently shifts from the equator southwards and reaches vertically over the tropic of Capricorn December 22. അങ്ങനെ എന്ത് ചെയ്യും, സെപ്റ്റംബർ 23 താഴേക്ക് സദേൺ ഹെമിസ്ഫിയറിലേക്ക് നീങ്ങി തുടങ്ങുന്ന സൂര്യൻ ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയിലേക്ക് വന്ന് നിൽക്കും അല്ലേ. ദെൻ ലോങ്ങർ നൈറ്റ് ആൻഡ് ഷോർട്ടർ ഡേ occur in northern hemisphere on this day. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ്, രാത്രിക്ക് ദൈർഘ്യം കൂടും, പകലിന് ദൈർഘ്യം കുറയും അല്ലേ. ദെൻ എന്താ, ദിസ് ഡേ ഈസ് നോൺ ആസ് വിന്റർ സോൾസ്റ്റേസ്. ഈ ദിവസത്തെയാണ് നമ്മൾ ശൈത്യാനന്ദം അല്ലെങ്കിൽ വിന്റർ സോൾസ്റ്റേസ് എന്ന് പറയുന്നത്. അപ്പം മക്കളെ, ഈ പോയിന്റുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് ഇതുപോലെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ ഡേറ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സൂര്യന്റെ പൊസിഷൻ കറക്റ്റ് ഏത് ലാറ്റിറ്റ്യൂഡിലാണ്, ഏത് അക്ഷാംശ രേഖയിലാണെന്ന് പറയണം. ഡേ ആൻഡ് നൈറ്റിൽ എന്താണ് വ്യത്യാസം, പകലിന് ദൈർഘ്യം കൂടും, രാത്രിക്ക് ദൈർഘ്യം കുറയും, ഇങ്ങനെയുള്ള കാര്യം അതായത് ഉത്തരാർദ്ധഗോളം നോർത്തേൺ ഹെമിസ്ഫിയർ വെച്ചിട്ട് പറയണം. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയണം. അതേപോലെ തന്നെ ഏതാണ് ഡേറ്റ് എന്നും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഒരു പക്ഷേ 5 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഈ ഒരു ചോദ്യം മക്കൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ മക്കളെ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണ് ഉത്തരായനം ദക്ഷിണായനം എന്നുള്ളതിനെ കുറിച്ചാണ്. 5 മാർക്കിന് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഉത്തരായനവും ദക്ഷിണായനവും. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യവും ഇത് 5 മാർക്കിന് വന്നുകൂടായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഉത്തരായനം ദക്ഷിണായനം എന്താണെന്ന് കറക്റ്റ് അറിയാത്തവർക്ക് ഞാൻ നേരത്തെ പറയുന്ന ചിത്രം കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. അറിയാവുന്നവര് ഈ ടോപ്പിക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് നോട്ട് മാത്രം നോക്കിയാൽ മതി. സംഭവം വേറെ ഒന്നല്ല മക്കളെ. ഇപ്പൊ നോക്കി, ഇപ്പൊ സൂര്യൻ നിൽക്കുന്നത് എവിടെയാ, നമ്മുടെ ദക്ഷിണായന രേഖയിലടാ അല്ലെ. ദക്ഷിണായന രേഖയിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഡിസംബർ 22-നാണ് സൂര്യൻ ഇങ്ങനെ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിൽക്കുന്നത്. ഇനി സൂര്യൻ എന്താ ചെയ്യുക, സൂര്യൻ താഴോട്ട് പോകില്ല. കാരണം ലാലേട്ടൻ ഓർത്താൽ മതി, ചെരിവ് 23.5 ഡിഗ്രി ഉള്ളൂ. ഇതിന്റെ താഴേക്ക് സൂര്യന് വരാൻ കഴിയില്ല അല്ലെ. വെളിച്ചം വരുമെങ്കിലും സൂര്യൻ ലംബമായി പ്രകാശിക്കില്ല. അപ്പൊ സൂര്യൻ ഇനി എന്താ ചെയ്യുക, ഡിസംബർ 22 കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും അല്ലെ. മുകളിലേക്ക് പോയി 3 മാസമായി. ഇവിടെ എത്തിയപ്പോൾ എന്തായി, മാർച്ച് ആയില്ല. ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ഇവിടെ എത്തി. ഈ ഏപ്രിൽ, മെയ്, ജൂൺ 6 മാസം കൃത്യം കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ എവിടെ എത്തി എന്നാ പറഞ്ഞത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയിലേക്ക് എത്തി. ഈ ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയുള്ള ഈ 6 മാസ കാലമാണ് മക്കളെ ഉത്തരായനം. അപ്പൊ മനസ്സിലാക്കുക, ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള സൂര്യന്റെ എന്താണ് നമ്മുടെ അപ്പാരന്റ് മൂവ്മെന്റ് അഥവാ അയനമാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉത്തരായനം എന്ന് പറയുന്നത്. അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് ഉത്തരാർദ്ധഗോളത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോവുക. ഇനി സൂര്യൻ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ് മക്കളെ, ജൂൺ 21 നമ്മുടെ ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലല്ലേ. ഇനി സൂര്യൻ ഇങ്ങോട്ട് പോകില്ല, ചെരിവ് ഓർത്താൽ മതി. ഇനി സൂര്യൻ താഴേക്ക് വരിക. ജൂൺ കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കറക്റ്റ് ഡിസംബർ ആകുമ്പോൾ 6 മാസം കഴിയുമ്പോൾ സൂര്യൻ വീണ്ടും എവിടെ തന്നെ എത്തി, ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തിയില്ലേ മക്കളെ. അപ്പോൾ ഈ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള ഈ സൂര്യന്റെ 6 മാസത്തെ സഞ്ചാരത്തെയാണ് നമ്മൾ ദക്ഷിണായനം എന്ന് പറയുന്നത്. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള സൂര്യന്റെ സഞ്ചാരമാണ് ദക്ഷിണായനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഈ ഡേറ്റുകൾ ഓർത്ത് വെക്കുക. ജൂൺ 21, ഡിസംബർ 22 വരെ ഡേറ്റ് ഓർത്ത് വെക്കുക. ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞ ഡേറ്റ്, ഈ ഒരു ലൈൻസും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞ്. സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉത്തരാർദ്ധഗോളത്തിലല്ല നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് സൂര്യൻ വരുമ്പോൾ ചൂട് കൂടും. അതായത് ഉത്തരായന കാലത്ത് നമുക്ക് ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ദക്ഷിണായന കാലത്ത് സൂര്യൻ നമ്മളെ വിട്ടിങ്ങനെ പോവുകയാണ് അല്ലേ, സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 6 മാസക്കാലം സൂര്യൻ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോകുമ്പോൾ നമുക്ക് ചൂട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ജൂൺ 21 മുതൽ ഡിസംബർ 22 വരെ നമുക്ക് ചൂട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ തിരിച്ച് ഡിസംബർ 22 മുതൽ ജൂൺ 21 വരെയുള്ള കാലത്ത് നമുക്ക് ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. സൂര്യൻ ഇങ്ങനെ വരെയല്ലടാ. അപ്പോൾ ഉത്തരായന കാലത്ത് നമുക്ക് ചൂട് കൂടുന്നു, ദക്ഷിണായന കാലത്ത് നമുക്ക് ചൂട് കുറയുന്നു. ഇനി പകലിന്റെ കാര്യം പറയുകയാണെങ്കിലോ, ഉത്തരായന കാലത്ത് സൂര്യൻ നമ്മളെ അടുത്ത് ഇങ്ങനെ വരില്ലേ. അപ്പോൾ ഉത്തരായന കാലത്ത് പകലിന് ദൈർഘ്യം കൂടും, രാത്രിക്ക് ദൈർഘ്യം കുറയും. എന്നാൽ എന്താണ് ദക്ഷിണായന കാലത്താണെങ്കിൽ എന്താ സംഭവിക്കുക, പകലിന് ദൈർഘ്യം കുറയും, രാത്രിക്ക് ദൈർഘ്യം കൂടും. കാരണം സൂര്യൻ നമ്മൾ വിട്ടു പോവാണ്. മനസ്സിലായില്ലേ? ഇനി മക്കളെ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. നമ്മുടെ ഉത്തരം ഇത്രയേ ഉള്ളൂ. എന്നാണ് ദ നോർത്ത്വാർഡ് അപ്പയറന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈസ് ടേംഡ് ആസ് ഉത്തരായനം. അതായത് ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനമാണ് ഉത്തരായനം എന്ന് പറയുന്നത്. ഉത്തരായനം സ്റ്റാർട്ട്സ് ഫ്രം ഡിസംബർ 22 ആൻഡ് എൻഡ്സ് ഇൻ ലാസ്റ്റ് ഫോർ 6 months till ജൂൺ 21. ഡിസംബർ 22 തുടങ്ങി 6 മാസക്കാലം, ജൂൺ 21 വരെ 6 മാസക്കാലമാണ് നമ്മുടെ ഉത്തരായനം എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത്. ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഗ്രാജുവലി ഇൻക്രീസസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഉത്തരാർദ്ധഗോളത്തിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ ഇങ്ങനെ കൂടി വരും. കാരണം നമ്മളെ അടുത്തേക്ക് സൂര്യൻ വരില്ലടാ. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു ലാസ്റ്റ് പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ചിത്രത്തിലൂടെ തന്നെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ സൂര്യൻ ഈ ഒരു ഇക്വേറ്റർ ഈ മാർച്ച് 21 ആണെന്ന് വിചാരിച്ചോ. മാർച്ച് 21 മുതൽ ഇതിപ്പോ ജൂൺ 21, 3 മാസമായില്ലേ. അത് കഴിഞ്ഞ് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ വീണ്ടും 3 മാസമായില്ലേ, 6 മാസം. ഈ 6 മാസം ഉത്തരായന കാലത്തുള്ള ഈ ഒരു 6 മാസം എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഈ ഇതിനിടയിൽ മാത്രം, അതായത് നമ്മുടെ ഏത് ഭാഗത്ത്, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ ഉത്തരാർദ്ധഗോളത്തിൽ മാത്രമായിട്ട് ഇങ്ങനെ തങ്ങിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഭാഗത്ത് ഭയങ്കര തണുപ്പായിരിക്കില്ലേ, സൂര്യൻ എത്തുകയില്ല. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലോ നമ്മുടെ ആർട്ടിക് സർക്കിൾ എന്ന് പറയും, അല്ലെങ്കിൽ ആർട്ടിക് പ്രദേശം, ധ്രുവങ്ങളെ, ഈ ധ്രുവങ്ങളിൽ 6 മാസം പകലായിരിക്കും. കാരണം സൂര്യൻ ഫുൾ ടൈം ഇവിടെ അല്ല ഉണ്ടാവുക. അപ്പൊ ഇവിടെ രാത്രി ആവുകയില്ല. ഈ ഭൂമിയുടെ ചെരിവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ സൂര്യന്റെ അയനവും ഭൂമിയുടെ ചെരിവും മൂലം 6 മാസം ഉത്തരായന കാലത്ത് 6 മാസം ഇവിടെ നമ്മുടെ ആർട്ടിക് സർക്കിളിൽ പകലായിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെയൊക്കെ കുറെ രാജ്യങ്ങളുണ്ട് കേട്ടോ, സ്കാൻഡിനേവിയൻ കൺട്രീസ്, നമ്മളെ നോർവേ, ഫിൻലാൻഡ്, സ്വീഡൻ ഒക്കെ പോലുള്ള ചില രാജ്യങ്ങൾ, ആ രാജ്യങ്ങളൊക്കെ 6 മാസം പകലായിരിക്കും. അതേ സമയത്ത് ഇവിടെയുള്ള അന്റാർട്ടിക്ക പോലുള്ള സ്ഥലത്തൊക്കെ 6 മാസം രാത്രിയായിരിക്കും. ഇനി നമുക്ക് നേരെ താഴോട്ട് വന്നാലോ, താഴോട്ട് വന്നാൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ
മാർച്ച് 21 വരെയുള്ള സെപ്റ്റംബർ 23 കഴിഞ്ഞ വരെ താഴോട്ടല്ലേ വരും, ഒക്ടോബർ നവംബർ ഡിസംബർ, പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച്, ഈ ഒരു 6 മാസം, അതായത് സൂര്യന്റെ ദക്ഷിണായന കാലമായിട്ടുള്ള ഈ ഒരു 6 മാസം എന്താ സംഭവിക്കുന്നത്? സൂര്യരശ്മികൾ എവിടെയായിരിക്കും? കംപ്ലീറ്റ് ഇവിടെയായിരിക്കും. അപ്പോൾ അന്റാർട്ടിക്കയിൽ 6 മാസം പകലായിരിക്കും, എന്നാൽ ആർട്ടിക് പ്രദേശത്ത് 6 മാസം രാത്രിയായിരിക്കും. അപ്പോൾ ആ പോയിന്റ് കൂടി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതിന് കൂടെ ഇതാ, അത് എഴുതിയില്ലാച്ച് നിങ്ങൾക്ക് മാർക്ക് പോകില്ല, എന്നാലും ഈ ലാസ്റ്റത്തെ ടോപ്പിക് ഒന്ന് പഠിച്ചു വെച്ചേക്കണ്ടി നല്ലതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റാണ്ട് ഇവിടെ മാർച്ച് 21, ഞാൻ ഇതിന്റെ പ്രിന്റഡ് നോട്ട് നമുക്ക് ഗ്രൂപ്പിലിടും. ആ ഗ്രൂപ്പിലിടുമ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് മാറ്റണം, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ദക്ഷിണായനം നോക്കാം. ഉത്തരായനം പഠിച്ച കുട്ടിക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദക്ഷിണായനം. അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ സൗത്ത് വാർഡ് അപ്പയറന്റ് മൂവ്മെന്റ് ആണ്, താഴോട്ട് വരുന്നതാണ്. ഡേറ്റ് എത്രയാണ്? ഡേറ്റ് നമ്മുടെ ജൂൺ 21 മുതൽ ഡിസംബർ 22. മറ്റേ ഡിസംബർ 22 മുതൽ ജൂൺ 21 ആണെങ്കിൽ ഇത് ജൂൺ നേരെ തിരിച്ചു പഠിച്ചാൽ മതി. ഇനി ദക്ഷിണായന കാലത്ത് ഉത്തരാർദ്ധ ഗോളത്തിൽ നിന്നും പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരും. മറ്റേ കൂടി വരുന്നായിരുന്നു അല്ലേ, ലോങ്ങർ ഡേയ്സ് ആയിരുന്നു, ഇതിൽ ഷോർട്ടർ ഡേയ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ ഡേറ്റ് തിരിച്ചിടുക. സെപ്റ്റംബർ മുതൽ മാർച്ച് 21 വരെയുള്ള 6 മാസക്കാലം നമ്മുടെ ഇതിൽ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അപ്പോൾ അവിടുത്തെ കാര്യം പറഞ്ഞാൽ മതി, അട്ടിക്ക് പോലുള്ള സ്ഥലങ്ങളിൽ 6 മാസം പകലായിരിക്കും. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും ഇതേമാതിരി പഠിക്കുക. ഇനി ഇത് മനസ്സിലാക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ കാണാതെങ്കിലും പഠിക്കുക, ഈ പോയിന്റുകൾ പഠിക്കുക. ഏറ്റവും മിനിമം നിങ്ങൾ ഈ 3 പോയിന്റ്, ആദ്യത്തെ 3 പോയിന്റ് പഠിക്കുക, ലാസ്റ്റത്തെ പോയിന്റ് പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പോയിന്റ് ഞാൻ അതിലിട്ടത്, അത്ര നിർബന്ധമൊന്നുമില്ല കേട്ടോ. പറ്റുകയാണെങ്കിൽ പറ്റില്ലെങ്കിൽ 2 ഉത്തരായനത്തിലെയും ദക്ഷിണായനത്തിലെയും ലാസ്റ്റ് ടോപ്പിക് കണ്ട് ഒഴിവാക്കി കണ്ടി. ഇനി അടുത്തത്, അല്ലെങ്കിൽ അത് സിമ്പിളായിട്ട് എഴുതിയാലും മതി ഇങ്ങനെ: ഉത്തരായന കാലത്ത് ആർട്ടിക് പ്രദേശത്ത് 6 മാസം പകലായിരിക്കും, അതേപോലെ ദക്ഷിണായന കാലത്ത് ആർട്ടിക് പ്രദേശത്ത് 6 മാസം രാത്രിയായിരിക്കും. ആ പോയിന്റ് അത്രയെങ്കിലും എഴുതിയ ചാടി, ഡേറ്റ് ഒന്നും എഴുതണമെന്നില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വരാൻ ചാൻസ് ഉള്ളത് സ്പ്രിംഗ് സീസണും വസന്തകാലം, അതായത് സ്പ്രിംഗ് സീസൺ പിന്നെ ഓട്ടം സീസൺ, ഇതിന്റെ പ്രത്യേകതകളാണ് ചോദിക്കാൻ സാധ്യതയുള്ള 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ വസന്തകാലം നമുക്കറിയാം എങ്ങനെയുള്ള ചെടികളൊക്കെ പൂക്കുന്ന നല്ല സുന്ദരമായിട്ടുള്ള ഒരു കാലമാണ് വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസൺ അല്ലെ. നിങ്ങളൊരു മലയാള പാട്ട് കേട്ടിട്ടുണ്ടാവും, എന്താ? കുപ്പിവള കിലുങ്ങിണല്ലോ, കാൽത്തളകൾ കിലുങ്ങിണല്ലോ, കരളിന്റെ കരളെ കരയാതെ അറിയാത്തതൊന്നും പറയാതെ താഴ്വാരമാകെ വസന്തകാലം വിരുന്നു വന്നു നമുക്ക് വേണ്ടി. അങ്ങനെ വസന്തം വെച്ച് ഒരുപാട് പാട്ടുണ്ടടാ, ഞാൻ ചുമ്മാ ഒന്ന് കുറേ ടൈം ക്ലാസ് എത്തില്ല, അതുകൊണ്ടൊന്ന് പാടിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ, ഈ വസന്തകാലം എന്ന് പറഞ്ഞ സാധനം എന്താണ്? നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് പ്രകൃതി നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു കാലമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ്, സ്പ്രിംഗ് സീസൺ ഈസ് ദ ട്രാൻസിഷൻ സീസൺ ഫ്രം വിന്റർ ടു സമ്മർ. അതായത് ശൈത്യകാലത്തിനും ശൈത്യകാലം കഴിഞ്ഞാൽ, ശൈത്യകാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസംബർ 22 അല്ലേ, അപ്പോൾ ആ ശൈത്യകാലത്തിനും വേനൽക്കാലത്തിനും ഇടയ്ക്കുള്ള സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വസന്തകാലം എന്ന് പറയുന്നത്. അപ്പോൾ ശൈത്യകാലം കണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? പിന്നെ നമുക്കിങ്ങനെ ഉഷ്ണത്തിലേക്ക് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കലേ ചെയ്യുക. ഡിസംബർ 22 നമ്മുടെ രാജ്യത്ത് ശൈത്യകാലം തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഡിസംബർ 22 കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച്, ഡിസംബർ 22 മുതൽ മാർച്ച് 23 വരെയുള്ള 3 മാസം നമുക്ക് നല്ല തണുപ്പായിരിക്കും. ആ മാർച്ച് 23 കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ മെയ് ജൂൺ, ഈ 3 മാസം നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ചൂടിലേക്ക് വരില്ല ചെയ്യുക. അങ്ങനെ ആ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുക. ഒരു ഏരിയ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതെല്ലാം വെച്ചിട്ട് ഒരു ചാർട്ട് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ആ ചാർട്ട് വെച്ചിട്ടും ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ സോൾസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ആ ചാർട്ട് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക. ചാർട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതൊക്കെ ഓരോ ഡേറ്റിലും സൂര്യൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റുകൾ പഠിക്കുന്ന കുട്ടിക്ക് ആ ചാർട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കുക, ഉത്തരാർദ്ധ ഗോളത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ദക്ഷിണാർദ്ധ ഗോളം. ഉത്തരാർദ്ധ ഗോളത്തിൽ സമ്മർ ആണെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ വിന്റർ ആയിരിക്കും. അപ്പുറത്ത് ഓട്ടമാണെങ്കിൽ ഇപ്പുറത്ത് ചാട്ടമായിരിക്കും അല്ലേ, ചാട്ടമല്ല സ്പ്രിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ എന്താണ്? ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ഗ്രാജുവലി ഇൻക്രീസസ്. നമ്മൾ ചൂടിലേക്ക് വരില്ലടാ, വേനൽക്കാലത്തിലേക്ക് വരികയാണല്ലേ ശൈത്യത്തിൽ നിന്ന്, അതുകൊണ്ട് പകലിന്റെ ദൈർഘ്യം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, മേലോട്ട് സൂര്യൻ ഇങ്ങനെ വരില്ലേ. അപ്പോൾ അത് ഓർത്താൽ മതി. ജൂൺ 21 കറക്റ്റ് വസന്തം അവസാനിക്കും. ജൂൺ 21 നമ്മുടെ സമ്മർ സോൾസ്റ്റേഴ്സ്, അതായത് ഗ്രീഷ്മയനാന്തല്ലേ, അപ്പോൾ അന്ന് നമുക്ക് സമ്മർ സീസൺ തുടങ്ങും ചെയ്യും, ഓർത്ത് വെച്ചോണ്ടി. ഇനി ഓട്ടം സീസൺ അഥവാ ഹേമന്തകാലം. ഹേമന്തരാവിൽ നീലാവിയിലെങ്ങും മാണിക്യ കല്ലിനോടൊത്ത ബിവി, മംഗല്യപ്പൂമുള്ള മാല ചാർത്താൻ മുത്തായ മാരൻ വരുന്നുണ്ടെന്നേ. അപ്പോൾ ഹേമന്തകാലം, ഇതും ഒരുപാട് പാട്ടുകളുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും മക്കളെ, ഈ ഹേമന്തകാലത്തിന്റെ പ്രത്യേകത എന്താ അറിയടാ? ഹേമന്തകാലത്തിന് ശിശിരം എന്നും കൂടി പറയട്ടോ. അതായത് നമ്മുടെ ഇലകൾ പൊഴിയുന്ന കാലമാണ് അല്ലേ. ഇല പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമൊരുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി. കേട്ടില്ലേ? അപ്പൊ എന്തായാലും ഇലകൾ പൊഴിക്കുന്ന ശിശിരകാലം അല്ലേ, അതായത് നമ്മുടെ ഓട്ടം സീസൺ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സസ്യങ്ങളൊക്കെ എപ്പോഴാണ് ഇലകൾ പൊഴിക്കുക. എല്ലാ മരങ്ങളും ഇല പൊഴിക്കില്ല, പക്ഷെ ഇലകൾ പൊഴിക്കുന്ന കാലമുണ്ട്, സസ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇലകൾ പൊഴിക്കുന്ന മരങ്ങൾ എപ്പോഴാണ് ഈ ഇലകൾ പൊഴിക്കുക? അതായത് വിന്ററിലേക്ക്, അതായത് അവർ തണുപ്പിലേക്ക് വരുന്ന സമയത്ത് മഴ കിട്ടൂല. അപ്പം മഴയെ അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സമയത്ത് ആ ഒരു തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെടികൾ ഇലകൾ
മൊത്തം ഇങ്ങനെ കുഴിച്ചിടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്മർ സീസണിൽ നിന്ന് വിന്ററിലേക്ക്, അതായത് വേനൽക്കാലത്തിൽ നിന്ന് തണുപ്പിലേക്ക് മാറുന്ന കാലമാണ് ഏത് ഹേമന്തകാലം അഥവാ ഓട്ടം സീസൺ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓട്ടം സീസൺ ഈസ് ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം സമ്മർ ടുവാർഡ്സ് വിന്റർ. വേനൽക്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റം, അത് ഓർത്താൽ മതി. ഇനി അടുത്തെന്താ, ഏത് സീസണിലായിരിക്കടാ? നമുക്കറിയാം നമ്മുടെ എന്താണ് ഇന്ത്യയിൽ വേനൽക്കാലം ഏത് സമയത്താണ് തുടങ്ങുന്നത്? ജൂൺ 21-നല്ലേ. അത് കഴിഞ്ഞിട്ട് 3 മാസമല്ലേ നമുക്ക് വേനലുണ്ടാവുക. എപ്പോഴാ? ജൂൺ 21, അതേപോലെ ജൂലൈ, പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലേ. അപ്പൊ ജൂൺ കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 21 വരെ അല്ലേ. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലയളവിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് സമ്മർ വേനൽക്കാലം കിട്ടുന്നത്. ഇനി ഈ സെപ്റ്റംബർ 23 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ തണുപ്പ് വരില്ലേ. അപ്പൊ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22-നല്ലേ നമുക്ക് നല്ല തണുപ്പ് വരും, നമുക്ക് ശൈത്യകാലം തുടങ്ങുന്നത്. അതായത് നമ്മുടെ ശൈത്യായനാന്തം അഥവാ വിന്റർ സോൾസ്റ്റീസ്. അപ്പോൾ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള ആ പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓട്ടം സീസൺ അഥവാ ഹേമന്തകാലം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അടുത്തെന്താ, ഈ ഒരു സമയത്ത് ചൂട് ഇങ്ങനെ കുറഞ്ഞു വരില്ലേ, നമ്മൾ ശൈത്യത്തിലേക്ക് പോവുമല്ലേ. അപ്പോഴാണല്ലോ അയ്യോ തണുപ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെടികൾ ഇങ്ങനെ ഇലകൾ കൊഴിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പീരീഡിൽ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും, ചൂട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ചെടികളൊക്കെ എന്ത് ചെയ്യുന്നു? ഇലകൾ പൊഴിക്കുന്ന ഈ കാലത്താണെന്ന് കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് ഫുള്ള് കിട്ടി. ഈസി അല്ലടാ, ഈസി അല്ലേ? ഓക്കെ. ഇനി മക്കളെ അടുത്ത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് ഇക്വിനോക്സിസ് മറ്റുള്ള സാധനങ്ങളൊക്കെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത് ഗ്രീനിച്ച് ടൈമിനെ കുറിച്ചാണ്. സ്റ്റാൻഡേർഡ് സമയവും ലോക്കൽ ടൈമും പ്രാദേശിക സമയവും നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രീനിച്ച് മീൻ ടൈം, GMTയും അതേപോലെ സമയമേഖലകൾ, ടൈം സോൺസും ആണ്. നമുക്കറിയാം ലോകത്തിന്റെ ഘടികാരം പ്രവർത്തിക്കുന്നത്, ലോകത്ത് മുഴുവൻ നമ്മൾ സമയം കണക്കാക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഗ്രീനിച്ച് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പൊ ആരാണ് ഈ ഗ്രീനിച്ച്? ഏതാണ് ഈ ഗ്രീനിച്ച്? ആരാണ് മക്കളെ ഗ്രീനിച്ച്? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അതായത് 0 ഡിഗ്രി രേഖാംശ രേഖക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് ഗ്രീനിച്ച്. ഇതിന് വെറുതെയല്ല നമ്മൾ പേരിട്ടത്. നമ്മുടെ പണ്ട് നമുക്കറിയാം ലോകം മുഴുവൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ കയ്യിലായിരുന്നല്ലോ. ഇവന്മാരാണല്ലോ പല കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ മുന്നിട്ട് നിന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയവും ലോകത്താദ്യമായിട്ട് ഒരു കൃത്യമായ നിർണ്ണയം കൊണ്ടുവന്നത് ഇവന്മാരാണ്. അതുകൊണ്ട് ഇവന്മാർ എന്താ ചെയ്തറിയോ? ലോകത്തിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഈ ലൈനിന് അവരുടെ രാജ്യത്തുള്ള ഗ്രീനിച്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവരുടെ റോയൽ ഒബ്സർവേറ്ററി, ഇംഗ്ലണ്ടിന്റെ പ്രധാന വാന നിരീക്ഷണ കേന്ദ്രമായിട്ടുള്ള റോയൽ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെയാണ് ഈ 0 ഡിഗ്രി ലൈൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ രേഖക്ക് അവന്മാർ പേരിട്ടു, സായിപ്പന്മാർ പേരിട്ടു ഗ്രീനിച്ച് ലൈൻ. ഈ ഗ്രീനിച്ച് ലൈനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോകത്തിന്റെ മൊത്തം സമയം കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ ലൈനെ നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് കൂടി വിളിക്കുന്നുണ്ട്. പിന്നെ അടുത്തത്, ഈ ഗ്രീനിച്ച് രേഖയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലോകത്തെ മുഴുവൻ 24 ടൈം സോൺസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വേർതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 24 സമയമേഖലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഓരോ സമയമേഖലയും ഓരോ മണിക്കൂർ വ്യത്യാസത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മക്കളെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് പഠിക്കാം, മറക്കരുത്. അപ്പോൾ ഇതിലെ നോട്ട്സ് തരും, ഇത് ഇതേമാതിരി പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഒരു ലോഞ്ചിറ്റ്യൂഡ്, ഒരു രേഖാംശ രേഖ തന്നെയാണിത്. 150 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയാം. ഈ രേഖ മാത്രം മറ്റേ രേഖകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായി സിഗ്സാഗ് പൊസിഷൻ, ഒരു വളഞ്ഞു പൊളഞ്ഞാണ് വരച്ചിരിക്കുന്നത്. അത് വേറൊന്നുകൊണ്ടല്ല, ഈ ലൈൻ്റെ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ഏകദേശം 24 മണിക്കൂർ, ഒരു ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ ലൈൻ മുറിച്ച് കടക്കുന്നതോടെ നമ്മൾ ഒരു ദിവസം നമുക്ക് കൂടുകയോ കുറയുകയോ ചെയ്യും. അതുകൊണ്ട് ഈ ലൈൻ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? കരമാർഗം അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. ഏതെങ്കിലും രാജ്യത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഒരു ദിവസമാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് വേറെ ദിവസമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ക്ലാസ് മുറിയുടെ സെന്ററിലൂടെ ഈ ഒരു ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കടന്നു പോയാൽ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോയാൽ, ഇപ്പുറത്തെ ബെഞ്ചിൽ നിൽക്കുന്ന കുട്ടിക്ക് തിങ്കളാഴ്ചയാണെങ്കിൽ ഇപ്പുറത്തെ ബെഞ്ചിൽ നിൽക്കുന്ന കുട്ടിക്ക് ചൊവ്വാഴ്ചയാവും. മാഷ് തിങ്കളാഴ്ച പരീക്ഷ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ ചിരിക്കും, തിങ്കളാഴ്ച അല്ലേ, നമുക്ക് തിങ്കളാഴ്ച കഴിഞ്ഞല്ലടാ എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ രേഖ മാത്രം വളഞ്ഞു പൊളഞ്ഞു വരച്ചു. എങ്ങനെ? മനുഷ്യന്മാർ താമസിക്കാത്ത ചില ഇൻഹാബിറ്റേറ്റഡ് ഐലൻഡ്സിലെ, മനുഷ്യവാസമില്ലാത്ത ചില ദ്വീപുകളിലൂടെയും ബെറിംഗ് സ്ട്രൈറ്റ്, പസഫിക് സമുദ്രത്തിലെ ഒരു കടലെടുക്കാണ് ബെറിംഗ് കടലെടുക്ക്, അതിലൂടെയൊക്കെ കടന്നുപോയി വളഞ്ഞു പൊളഞ്ഞാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ ഇതിലുണ്ട്, ഇതങ്ങോട്ട് പഠിക്കാം. ഓക്കെ. ഇനി മക്കളെ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, അതായത് കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്ന. ആദ്യത്തെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതിന്റെ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഭൂമിയിൽ ചില പ്രത്യേക അക്ഷാംശങ്ങൾക്കിടയിൽ ഒരേ അളവിലുള്ള അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയർ പ്രഷർ വർഷം മുഴുവൻ അനുഭവപ്പെടുന്നുണ്ട്. ആ ലാറ്റിറ്റ്യൂഡ്സിനെ, ആ അക്ഷാംശ മേഖലകൾക്കാണ് നമ്മൾ ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുക. അതങ്ങോട്ട് കാണാതെ പഠിക്കുക. ഭൂമിയിലെ പ്രധാനപ്പെട്ട ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖയ്ക്ക് ഏകദേശം 5 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കുമായിട്ടാണ്. ഇനി ഇവിടെ നല്ല ചൂടാണെന്ന് നമുക്കറിയാം, ചൂട് കൂടുന്നതിന് കൊണ്ട് തന്നെ മർദ്ദം കുറയുമെന്ന് നമുക്കറിയാം. ആ പോയിന്റ് ചെയ്താൽ. ഇനി അതേപോലെ തന്നെ എന്താണ്, ഇവിടെ കാറ്റിന്റെ സഞ്ചാരം വളരെ കുറവാണ്. വായു ഇങ്ങനെ മേലോട്ടും താഴോട്ടുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കാറ്റ് വളരെ കുറവായതുകൊണ്ട് ഈ സ്ഥലത്തെ നമ്മൾ ഡോൾഡ്രം അഥവാ നിർവാത
മേഖല എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഈ പോയിന്റുകളാണ് മക്കളെ നിങ്ങൾ ഇതിൽ ഓർത്തു വെക്കേണ്ടത്. അപ്പം ഇത് ഞാൻ ഇതിന്റെ PDF തരും, അത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് രണ്ടാമത്തത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ഡിഗ്രി വടക്കും തെക്കുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സാധനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചൂടും കൂടുതലാണ്, മർദ്ദവും കൂടുതലാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഭൂമിയുടെ ഭ്രമണം അഥവാ കൊറിയോളിസ് ഫോഴ്സിന്റെ ഫലമായിട്ട് ഇവിടേക്ക് കാറ്റിന് എന്ത് ചെയ്യാണ്, ചുഴറ്റി മാറ്റി എറിയപ്പെടുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് മധ്യരേഖാ പ്രദേശത്ത് ഉയർന്നു പൊങ്ങുന്ന വായുവിനെ കൊറിയോളിസ് പ്രഭാവം ഈ മേഖലയിലേക്ക് സബ് ട്രോപ്പിക്കൽ സോണിലേക്ക് അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിലേക്ക് ചുഴറ്റി മാറ്റുന്നു. അതാണ് ഇവിടെ പറഞ്ഞ പോയിന്റ്. ഈ പോയിന്റ് ഇതേമാതിരി പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് അവിടെ ഹൈ പ്രഷർ ഉണ്ടാവുന്നത്. ഇനി അടുത്ത സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയാണ്. പോളാർ എന്ന വാക്ക് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം തണുപ്പുള്ള ഏരിയ ആണ് അല്ലേ. പക്ഷെ തണുപ്പായിട്ടും അവിടെ ലോ പ്രഷറാണ്. സാധാരണ നമുക്കറിയാം ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടുകയാണ് വേണ്ടത്, പക്ഷേ ഇവിടെ കുറവാണ്. എന്താ കാരണം? ഇപ്പം നമ്മൾ പറഞ്ഞ ഭൂമിയുടെ ഭ്രമണം, റൊട്ടേഷൻ ഓഫ് എർത്ത് തന്നെയാണ് ഇതിന്റെ കാരണം. അതിന്റെ കാരണമായിട്ടുണ്ടാകുന്ന കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഫലമാണ്. അതിന്റെ പേര് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. റൊട്ടേഷൻ ഓഫ് എർത്ത് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ആ കൊറിയോളിസ് ഫോഴ്സ് കാരണം അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് എർത്ത്, ഭൂമിയുടെ ഭ്രമണം കാരണം ഇവിടെയുള്ള വായുവിനെ അതെന്ത് ചെയ്യാണ്, ഈ കൊറിയോളിസ് ഫോഴ്സ് മറ്റു ഭാഗങ്ങളിലേക്ക് ചുഴറ്റി എറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വായുവില്ലെങ്കിൽ മർദ്ദവും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മർദ്ദം കുറയുന്നത്. 60 ഡിഗ്രി ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുമായിട്ടാണ് ഈ ഒരു, അല്ലെങ്കിൽ ഉത്തരാക്ഷാംശത്തിലും ദക്ഷിണാക്ഷാംശത്തിലുമായിട്ടാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത്, പ്രഷർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ലാസ്റ്റത്തെ പ്രഷർ ബെൽറ്റ് ആണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ. പേര് തന്നെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. തണുപ്പ് കൂടുമ്പോൾ മർദ്ദം കൂടുതലടാ. അപ്പോൾ അതാണ് ഈ ഒരു മേഖല എന്തായിട്ട് മാറുന്നത്, ഉച്ചമർദ്ദമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഹൈ പ്രഷർ ആയിട്ട് മാറുന്നത്. 90 ഡിഗ്രി നോർത്ത് പോളും സൗത്ത് പോളുമായിട്ടാണ് ഈ ഒരു ഏരിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ച മക്കളെ, നിങ്ങൾക്ക് മോഡലിന് ഇതിൽ ഏതോ 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ഇത് മാത്രമോ അല്ലെങ്കിൽ ഇതിലെ മറ്റേതെങ്കിലും ഒരു പ്രഷർ ബെൽറ്റോ നിങ്ങൾക്ക് ചോദ്യം വന്നേക്കാം. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു മർദ്ദ മേഖലകൾ, ആഗോള മർദ്ദ മേഖലകൾ, അതായത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റും പിന്നെ നമ്മുടെ പ്ലാനറ്ററി വിൻഡ്സ് അതായത് ആഗോളവാദങ്ങളും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടും ചോദിക്കാറുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇനി ഇവിടെ അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് കാറ്റിന്റെ വേഗതയും ദിശയും, അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 3 ഘടകങ്ങളാണത്. പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ്, കൊറിയോളിസ് ഫോഴ്സ്, പിന്നെ ഫ്രിക്ഷൻ അതായത് ഘർഷണം, മർദ്ദചെരിവുമാന ബലം. മർദ്ദചെരിവുമാന കേട്ടോ, ഇത് മറ്റേ ഇതിൽ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. മർദ്ദ ചെരിവുമാന കേട്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണേ. ചെരിവ് ഞാൻ സ്പീഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് മൊബൈലിൽ ഇങ്ങനെ പറഞ്ഞ് ടൈപ്പ് ചെയ്തുകൊണ്ട് മാറിപ്പോണാണ്. മർദ്ദ ചെരിവുമാന ബലം പഠിച്ചു കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്ററി വിൻസ്, ആഗോളവാദങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ച ആഗോള മർദ്ദ മേഖലകളിലാണ്. അതായത് ഇപ്പോൾ പറഞ്ഞ ഏത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ബെൽറ്റുകൾ പഠിച്ചില്ലേ. അതിന്റെ ഇടക്കായിട്ട് വീശുന്ന കാറ്റുകളാണ് ഇത് ഈ പറഞ്ഞ പ്ലാനറ്ററി വിൻസ് അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ. സ്ഥിരമായിട്ട് എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ്. ഇത് 3 ടൈപ്പ് ആണല്ലേ. ചിലപ്പോൾ 3 മാർക്കിന് ഇത് ഏതൊക്കെയാണെന്ന് മാത്രം നിങ്ങൾക്ക് ചോദിച്ചേക്കാം. അപ്പോൾ ട്രേഡ് വിൻസ്, വെസ്റ്റർലീസ്, പോളാർ ഈസ്റ്റർലീസ്. ചിലപ്പോൾ ഇതെല്ലാം കൂടി 5 മാർക്കിന് ഡീറ്റെയിൽഡ് ആക്കാനും വന്നേക്കാം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 1-2 കാറ്റുകൾ മാത്രവും ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നും പഠിക്കാം. എന്താണ് ട്രേഡ് വിൻഡ്? പണ്ട് കച്ചവടത്തിന് സഹായിച്ചതുകൊണ്ടാണ് മച്ചാനെ ട്രേഡ് വിൻഡ് എന്നൊക്കെ വിളിച്ചത്. അതൊന്നും നിങ്ങൾ മെൻഷൻ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇത് ഏതൊക്കെ പ്രഷർ ബെൽറ്റിന് ഇടയിലാണ് വീശുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും മനസ്സിലാക്കുക, കാറ്റ് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക്, അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് മാത്രമേ കാറ്റ് വീശൂ. പാഠം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തായാലും മക്കളെ മനസ്സിലാക്കുക, ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക്, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റാണ് ഇത് ഈ പറഞ്ഞ വാണിജ്യവാദങ്ങൾ. ഇതാണ് നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് പോയിന്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കാറ്റിന് കൊറിയോളിസ് ബലത്തിന്റെ ഫലമായിട്ട്, കൊറിയോളിസ് ഫോഴ്സിന്റെ ഫലമായിട്ട് ദിശാവ്യതിയാനം ഉണ്ടാവുന്നുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ ഈ കാറ്റ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ, വടക്ക് കിഴക്കൻ ദിശയിലാണ് വീശുന്നത്. അതുകൊണ്ട് അതിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് ഉത്തരാർദ്ധഗോളത്തിൽ വിളിക്കുന്നത്, വടക്കിഴക്കൻ വാണിജ്യവാദം. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഈ കാറ്റ് മാറുന്നത്. അതുകൊണ്ട് തെക്കിഴക്കൻ വാണിജ്യവാദം അഥവാ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് ഇത് ദക്ഷിണാർദ്ധഗോളത്തിൽ അറിയപ്പെടുന്നത്. ഇനി ഈ 2 അർദ്ധഗോളങ്ങളും കൂടി ഭൂമധ്യരേഖയിലേക്കല്ലേ വരുന്നത്. അപ്പോൾ ഭൂമധ്യരേഖയിൽ വെച്ച് 2 കാറ്റുകളും, അതായത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് അഥവാ വടക്കിഴക്കൻ വാണിജ്യവാദവും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് അഥവാ തെക്കിഴക്കൻ വാണിജ്യവാദവും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഈ ഒരു ഭൂമധ്യരേഖാ പ്രദേശത്തായതുകൊണ്ട് ആ സ്ഥലത്തിനെ നമ്മൾ ITCZ അഥവാ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക, നമുക്ക് മൺസൂണിന്റെ സമയത്ത് ആവശ്യമുണ്ട് കേട്ടോ. ഇനി അടുത്തത് വെസ്റ്റർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ, അടുത്ത കാറ്റാണ്. ഈ പേര് സൂചിപ്പിക്കും പോലെ തന്നെ പടിഞ്ഞാറുന്ന് വീശുന്നത് കൊണ്ടാണ് ഇതിനെ പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നത്. ഈ കാറ്റും തുടങ്ങുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അഥവാ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് തന്നെയാണ്. പക്ഷേ പോകുന്നത് മധ്യരേഖയിലേക്കല്ല, ഇക്വേറ്ററിലേക്കല്ല, പകരം എവിടേക്കാ, താഴോട്ടേക്കാണ്, നമ്മുടെ സപ്പോളാർ റീജിയനിലേക്ക്, സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് അഥവാ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് ഈ കാറ്റുകൾ വീശുന്നത്. ഈ കാറ്റുകൾ എന്താണ് ഈ ഡയറക്ഷൻ പടിഞ്ഞാറുന്നായതുകൊണ്ട് ഇതിനെ ഇങ്ങനെ പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നു. ഇനി ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ വെസ്റ്റർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ, സദേൺ ഹെമിസ്ഫിയറിൽ നല്ല സ്പീഡിലാണ് വീശുന്നത്. കാരണം അവിടെ എന്ത് കൂടുതലാണ്, കടൽ, അതായത് വാസ്റ്റ് ഓഷ്യൻ ഏരിയയാണ്, ഒരുപാട് കടലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രിക്ഷൻ, ഘർഷണം കുറയല്ലോ. അപ്പോൾ അതുകൊണ്ട് കാറ്റിന് സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് അതിലൂടെ സഞ്ചരിച്ച്
സഞ്ചരിച്ചിരുന്ന നാവികർ ഈ കാറ്റുകൾക്ക് ഈ വെസ്റ്റർലീസ് അല്ലെങ്കിൽ പശ്ചിമവാദം എന്ന കാറ്റിനെ 3 ഓമന പേരിട്ട് വിളിച്ചിട്ടുണ്ട്. അതാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, പിന്നെ ഷ്രീക്കിംഗ് 60s എന്നറിയപ്പെടുന്നത്. 40 ഡിഗ്രി അക്ഷാംശങ്ങളിൽ എത്തുമ്പോഴാണ് റോറിംഗ് 40s എന്ന് വിളിക്കുന്നത്. 50 ഡിഗ്രി അക്ഷാംശങ്ങൾ എത്തുമ്പോൾ ഫ്യൂരിയസ് 50s, അതിന്റെ ശക്തി ഒന്നുകൂടി കൂടും. പിന്നെ 60 ഡിഗ്രി അക്ഷാംശങ്ങൾ എത്തുമ്പോൾ ഈ കാറ്റ് കൊടുങ്കാറ്റായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഷ്രീക്കിംഗ് 60s എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കുക. ഈ 3 പേരിൽ അറിയപ്പെടുന്ന പശ്ചിമവാദങ്ങൾ വെസ്റ്റർലീസ് തന്നെയാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ലാസ്റ്റത്തത് പോളാർ ഈസ്റ്റർലീസ് അഥവാ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഇത് വീശുന്നത് ധ്രുവപ്രദേശങ്ങളിൽ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്ന് സബ്പോളാർ റീജിയനിലേക്ക്, സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് അഥവാ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് ഈ കാറ്റ് വീശുന്നത്. ധ്രുവക്കാറ്റുകളാണ്, നല്ല ശക്തമാണ്, അതേപോലെ തന്നെ നല്ല തണുപ്പേറിയതാണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ ഒരു പോയിന്റ് കിട്ടി. ഇത് കൊറിയോളിസ് പ്രഭാവത്തിന്റെ ഫലമായി ഈ കാറ്റുകൾ കിഴക്ക് നിന്ന് വീശുന്നതുകൊണ്ട്, ഈസ്റ്റ് സൈഡിൽ നിന്ന് വീശുന്നതുകൊണ്ടാണ് അതിനെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ അഥവാ പോളാർ ഈസ്റ്റർലീസ് എന്ന് വിളിക്കുന്നത്. ഈസ്റ്റ് എന്നായതുകൊണ്ട് കേട്ടോ. ഇനി അടുത്തത് മൺസൂൺ വിൻഡിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. മൺസൂൺ വിൻഡിന്റെ ഫോർമേഷന് കാരണമാകുന്ന 3 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഉത്തരം ദ അപ്പയറന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. നമ്മൾ നേരത്തെ പറഞ്ഞേ സൂര്യൻ മേലോട്ടും താഴോട്ടും പോകുന്നത് അല്ലേ, അതാണ് സൂര്യന്റെ അയനം. പിന്നെ കൊറിയോളിസ് ഫോഴ്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഭൂമി കറങ്ങുന്നത് മൂലമുണ്ടാകുന്ന ഒരു ബലം, കാറ്റിന്റെ ദിശാവ്യതിയാനത്തിന് കാരണമാകുന്ന ആ ബലത്തെയാണ് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതും നമ്മുടെ മൺസൂണിന്റെ രൂപീകരണത്തിന് കാരണമാവുന്നുണ്ട്. പിന്നെ ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ്, തപനത്തിലെ വ്യത്യാസം, കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത് എന്ത് ചെയ്യുന്നു, മൺസൂണിന്റെ രൂപീകരണത്തിന് കാരണമാവുന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, ഇന്ത്യയിൽ വീശുന്ന ലോക്കൽ വിൻസ്. നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള പ്രാദേശികവാദങ്ങൾ ലോക്കൽ വിൻസ് വീശുന്നുണ്ട്. പ്രാദേശികവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേകമായിട്ടുള്ള മർദ്ദവ്യത്യാസങ്ങൾ കാരണം ഒരു നിശ്ചിത ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന വിൻഡുകൾക്കാണ് നമ്മൾ ലോക്കൽ വിൻഡ് അല്ലെങ്കിൽ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വീശുന്ന ലൂ എന്ന് പറഞ്ഞ വിൻഡ് തന്നെയാണ്. ഇന്ത്യയിൽ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വേനൽക്കാലത്ത് വീശുന്ന ഒരു വിൻഡാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. ഈ മറ്റൊന്ന് മിസ്ട്രൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രാൻസ് പോലുള്ള ഏരിയകളിൽ വീശുന്ന നല്ല തണുത്ത ഒരു വിൻഡാണ്. ഈ മറ്റൊന്ന് നമ്മുടെ ചിനൂക്ക് എന്നറിയപ്പെടുന്ന നോർത്ത് അമേരിക്കൻ റീജിയനിൽ വീശുന്ന മറ്റൊരു കാറ്റാണ്. പിന്നെ ഡോക്ടർ ഹർമാറ്റൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ആയിട്ടുള്ള ഒരു ഹർമാറ്റൻ എന്ന് പറഞ്ഞൊരു കാറ്റ്. ഹർമാറ്റൻ ഡോക്ടർ അല്ല, പക്ഷേ ഒരു വലിയൊരു ആശ്വാസം അവിടുത്തെ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നാണ് ഈ കാറ്റ് വീശുന്നത്. അവിടുത്തെ ആളുകൾക്ക് വലിയൊരു ആശ്വാസമായി മാറുന്നുണ്ട്. അവിടുത്തെ ഈർപ്പമൊക്കെ വലിച്ചെടുത്ത് അവിടുത്തെ ആളുകൾക്ക് നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പ്രദാനം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഡോക്ടർ ഹർമാറ്റൻ എന്ന് വിളിക്കുന്നത്. അതൊക്കെ ഓർത്ത് വെച്ചേക്കണ്ടി ചുമ്മാ. അപ്പോൾ എന്തായാലും ആ കാറ്റുമൊക്കെ പ്രധാനപ്പെട്ട കാറ്റുകളാണ്. പക്ഷേ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ വീശുന്ന ലോക്കൽ വിൻസ് ആണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ലൂ, മാംഗോ ഷവർ, അതേപോലെ കാൽബൈശാഖി എന്നുള്ളവയാണ്. അതിൽ മാംഗോ ഷവറിന് ആ പേര് കിട്ടിയിരിക്കുന്നത് മാങ്ങ വീഴ്ത്തുന്ന ഒരു കാറ്റായതുകൊണ്ടാണ്. ഇതൊക്കെ സമ്മർ സീസൺ, വേനൽക്കാലത്താണ് ഇന്ത്യയിൽ വീശുന്നതെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പണ്ടേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കുക. അവിടെ ഇന്ത്യയുടെ മണ്ടക്ക് സൂര്യൻ ഉദിക്കുന്ന ഒരു മാസം ഞാൻ പറഞ്ഞിരുന്നു, ജൂൺ 21-ലാണ് സൂര്യൻ നമ്മുടെ നെഞ്ചത്തേക്ക് വരിക. അപ്പോൾ എന്തായാലും ജൂൺ മാസം ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തൊക്കെ സൂര്യൻ എത്തും. 1-ാം തീയതി ആകുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഭാഗത്തേക്ക് സൂര്യൻ ഇങ്ങനെ ലംബമായി പ്രകാശിക്കാൻ തുടങ്ങും അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നമ്മുടെ ഇന്ത്യയുടെയൊക്കെ ഭാഗത്തായിരിക്കും, ഇന്ത്യൻ പെനിൻസുല അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗത്തായിരിക്കും ആരുണ്ടാവുക, നമ്മുടെ സൂര്യൻ ഉണ്ടാവുക. അല്ലെങ്കിൽ ഏഷ്യ വൻകരയുടെ ഭാഗത്ത്, ഏഷ്യയിലാണല്ലോ ഇന്ത്യ ഉള്ളത് അല്ലേ. അപ്പോൾ ഏഷ്യ വൻകരയുടെ ഒക്കെ ഭാഗത്തായിരിക്കും നമ്മുടെ ഇന്ത്യ ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യ ഒരു വലിയൊരു കരഭാഗമല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക, സൂര്യൻ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ നമ്മുടെ കരഭാഗമായ ഇന്ത്യയുടെ ഭാഗമൊക്കെ ചുട്ടുകൊള്ളാൻ തുടങ്ങും. കര വേഗം ചൂടാവൂലേ വെള്ളത്തിനേക്കാൾ. അപ്പോൾ ചുട്ടുകൊള്ളുമ്പോൾ അവിടുത്തെ ചൂട് കൂടും, അവിടുത്തെ വായു വികസിച്ച് മുകളിലേക്ക് ഉയരും, മർദ്ദം കുറയും. നിങ്ങൾ അങ്ങനെ ഒന്നും പഠിക്കേണ്ട. ഇന്ത്യയിലെ ചൂട് കൂടും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നമുക്ക് നല്ല ചൂടായിരിക്കും അല്ലേ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ നമുക്ക് നല്ല സമ്മർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ചൂട് കൂടും. ചൂട് കൂടുന്നതുകൊണ്ട് എന്താണ്, അവിടെ മർദ്ദം കുറയും. മർദ്ദം കുറഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുക, മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് എവിടെയെങ്കിലൊക്കെ കാറ്റ് വരുമല്ലോ, വരും അല്ലേ. അപ്പം മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നല്ലേ കാറ്റ് വരേണ്ടത്. എവിടെയാണ് മർദ്ദം കൂടുക നമുക്ക് നോക്കാം. ഇവിടെ ഇന്ത്യയുടെ ഭാഗത്ത് ചൂട് കൂടുമ്പോൾ നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിന്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. ഇവിടെ നോക്കിക്കോ, ഇതാണ് 0 ഡിഗ്രി ഇക്വേറ്റർ അല്ലേ. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, ഇന്ത്യ ഏകദേശം ഈ ഒരു ഭാഗത്താണ് അല്ലേ, ഇക്വേറ്ററിന്റെ മേലെയാണ് ഇന്ത്യ കിടക്കുന്നത്. അപ്പോൾ എന്താ വയ്ക്കുക, സൂര്യൻ ഇവിടെ ആയതുകൊണ്ട്, ഇന്ത്യയുടെ ഭാഗത്തായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇവിടെയൊക്കെ നല്ല ചൂടായിരിക്കും ഇന്ത്യയുടെ ഭാഗത്ത്. അപ്പോൾ ഇന്ത്യയിൽ ലോ പ്രഷർ ആയിരിക്കും അല്ലേ, LP, ലോ പ്രഷറിന് LP, അതായത് ന്യൂനമർദ്ദം. ഈ സമയത്ത് നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലെ സമുദ്രഭാഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, നല്ല തണുപ്പായിരിക്കില്ലേ, കാരണം സൂര്യൻ ഇവിടെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സമുദ്രഭാഗമായിട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രം, ഇവിടെയുള്ള കടൽ ഏതാ, ഇന്ത്യൻ മഹാസമുദ്രമാണ്. അവിടെ ഹൈ പ്രഷർ, അതായത് ഉച്ചമർദ്ദമായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് കാറ്റ് പോകില്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു 30 ഡിഗ്രിയിൽ നിന്നും അതേപോലെ 0 ഡിഗ്രിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് ഭൂമധ്യരേഖയിലേക്ക് ഒരു കാറ്റ് വീശുന്നുണ്ട്. അതാണ് നമ്മുടെ തെക്ക് കിഴക്കൻ വാണിജ്യവാദം അഥവാ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് അല്ലേ. ആ ട്രേഡ് വിൻഡ് സ്ഥിരമായിട്ട് ഇതിലെ വീശാറില്ലടാ. ആ ട്രേഡ് വിൻഡ് എന്താ സംഭവിക്കുക അറിയോ, ഈ ഒരു സമയത്ത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആ ട്രേഡ് വിൻഡ് ഭൂമധ്യരേഖ ക്രോസ് ചെയ്യും. അതിന്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ നേരത്തെ ITCZ എന്ന് പറഞ്ഞ സാധനം പഠിച്ചില്ലേ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണ്. ആ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണ് സൂര്യൻ ഇങ്ങനെ മേലോട്ട് ഉത്തരായനം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ ട്രോപ്പിക്കൽ സോൺ, അതായത് നമ്മുടെ മർദ്ദ മേഖലകൾ കൂടി മേലോട്ട് നീങ്ങും. അപ്പോൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണ് ഭൂമധ്യരേഖ കടക്കും.
സാധാരണ അത് ഭൂമധ്യരേഖയിലാണുള്ളത് അല്ലെ ഈ ലൈന്. പക്ഷേ കാരണം വാണിജ്യപാതകൾ 2 വാണിജ്യപാത അവിടുന്ന് ഇങ്ങോട്ട് വരണം ഇവിടുന്ന് ഇങ്ങോട്ട് വരണം, ഈ ഭാഗത്ത് മാത്രം നിൽക്കല്. പക്ഷേ ഈ തവണ എന്ത് ചെയ്യും, ഈ ജൂൺ മുതൽ മൂപ്പര് മെല്ലൊന്ന് മേലോട്ട് മുന്നോട്ട് പോകും. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാറ്റിന് ഇനി ഭൂമധ്യരേഖ ക്രോസ് ചെയ്യേണ്ടി വരും. ഭൂമധ്യരേഖ ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, മച്ചാനുണ്ട് അവിടെ അല്ലേ. കൊറിയോലിസ് ഫോഴ്സ് എന്ത് ചെയ്യും, ഈ കാറ്റിനെ നേരെ വലത്തോട്ടേക്ക് തിരിക്കും. നമുക്കറിയാം ഏത് എഫക്ട്, നമ്മുടെ ഫെറൽ നിയമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമമുണ്ട്. കൊറിയോലിസ് ഫോഴ്സിന്റെ ഫലമായി കാറ്റുകൾ ഉത്തരാർദ്ധ ഗോളത്തിൽ വലത്തോട്ടേക്ക് തിരിക്കും, ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇടത്തോട്ടേക്ക് തിരിക്കുന്നു അല്ലേ. ആ ഫെറൽസ് ലോ പ്രകാരം എന്താ സംഭവിക്കണേ, ഈ കാറ്റുകൾ വലതുഭാഗത്തേക്ക് തിരിക്കും. ഇതൊന്നും ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഇത് കാണാതെ പഠിച്ചാൽ മതി കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. അപ്പോൾ എന്തായാലും ഈ കാറ്റ് നേരെ ഇവിടെ എത്തുമ്പോൾ നേരെ തിരിഞ്ഞില്ലേ. അപ്പോൾ ഇത് ഈ ദിശ എന്ന് പറഞ്ഞാൽ തെക്ക്, സൗത്ത് ആണ് താഴെ അല്ലേ, ഇവിടെ പടിഞ്ഞാറല്ലേ. അപ്പോൾ ഇങ്ങനെ സൗത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ഈ കാറ്റ് നമ്മുടെ നോർത്ത് ഹെമിസ്ഫിയറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കൊറിയോലിസ് എഫക്റ്റിന്റെ ഫലമായിട്ട് തെക്ക് പടിഞ്ഞാറ് അഥവാ സൗത്ത് വെസ്റ്റ് ആയിട്ട് മാറും. അപ്പോഴാണ് ആ കാറ്റിനെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആയിട്ട് പറയുന്നത്. ഈ കാറ്റിന്റെ പിന്നെ നമ്മുടെ ഇന്ത്യൻ പെനിൻസുല, ഇതൊരു പെനിൻസുലല്ലേ, കൂർത്തിക്കുന്ന ഒരു ഭാഗമാണല്ലേ കടലിലേക്ക് തള്ളിക്കുന്നത്. ഈ കാറ്റ് 2 ഭാഗമാക്കി മാറ്റും, 2 ബ്രാഞ്ച്. ഇത് അറബിക്കടലാണ് പുറത്ത്, ഇത് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ കടലാണ്. ഇതിനെ നമ്മൾ അറബിക്കടൽ ബ്രാഞ്ച്, അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് പറയും, ഇതിന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ന് പറയും. ഇത് 2 കൂടി നേരെ ഇന്ത്യയിലേക്ക് കയറും, ഇന്ത്യയിൽ മൊത്തം മഴ നിൽക്കും. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം, ശ്രദ്ധിക്കുക. ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ജൂൺ ടു സെപ്റ്റംബർ ദ സൺറൈസ് വാൾസ് വെർട്ടിക്കലി ഓൺ നോർത്തേൺ ഹെമിസ്ഫിയർ. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നിങ്ങളെ വിഷ്വലൈസ് ചെയ്യാട്ടോ. നമ്മുടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നമ്മുടെ ഉത്തരാർദ്ധ ഗോളത്തിൽ ഇന്ത്യയുടെ ഭാഗത്തായിരിക്കും സൂര്യൻ. അപ്പോൾ അതുകൊണ്ട് എന്താ വയ്ക്കുക, ഹെൻസ് ദ ഏഷ്യൻ കോണ്ടിനെന്റ്, അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഉൾപ്പെട്ട ഏഷ്യ വൻകര മുഴുവൻ എന്ത് സംഭവിക്കും, കരഭാഗമാണ്, അവിടെ പെട്ടെന്ന് ചൂട് പിടിക്കും അല്ലേ. അപ്പോൾ ചൂട് പിടിക്കുമ്പോൾ അവിടുത്തെ മർദ്ദം ലോ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, അതുകൂടി മനസ്സിലാക്കുക. ഇനി അതേസമയം അറ്റ് ദ സെയിം ടൈം ദ ഇന്ത്യൻ ഓഷൻ ഓഫ് ദ സദേൺ ഹെമിസ്ഫിയർ, അതായത് ദക്ഷിണാർദ്ധ ഗോളത്തിലെ ഭൂമധ്യരേഖ താഴെയുള്ള ദക്ഷിണാർദ്ധ ഗോളത്തിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താപനില കുറവാകും, അവിടെ സൂര്യനില്ലല്ലോ, അതുകൊണ്ട് അവിടെ ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എന്നാൽ ലോ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഹൈ പ്രഷർ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക, അത് ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് അവിടെ മർദ്ദം വളരെയധികം ഉയരുന്നു. ഓക്കെ, ഹൈ പ്രഷർ. അപ്പോൾ ഇനി ആ കടലിൽ നിന്ന്, അതൊരു കടൽക്കാറ്റാണെന്ന് മനസ്സിലാക്കുക. ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കടലിൽ നിന്ന് കരയിലേക്കല്ലേ വരുന്നത്. കടലിൽ നിന്നാണ് ഇന്ത്യൻ മഹാസമുദ്രമാണ്, കര എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സബ് കോർഡിനേറ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് അല്ലേ, ഇന്ത്യയിലേക്കാണ് വരുന്നത്. ദെൻ എലോങ് വിത്ത് ദ അപ്പയറന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, നമ്മുടെ സൂര്യൻ ഇങ്ങനെ അപ്പയറന്റ് മൂവ്മെന്റ് മുകളിലേക്ക് ഇങ്ങനെ വരുന്നത്, സൂര്യന്റെ ആയനത്തിന്റെ കൂടെ തന്നെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടുന്ന എന്താണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ഉണ്ടല്ലോ, ആ സാധനം അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെയാണ് നമ്മൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പ്രഷർ ബെൽറ്റ് മൊത്തം ചെയ്യും നേരെ നമ്മുടെ ഭൂമധ്യരേഖയുടെ മുകളിലേക്ക് വരും, ഭൂമധ്യരേഖ മറികടന്ന് ഉത്തരാർദ്ധഗോളത്തിലേക്ക് വരും. അങ്ങനെ വരുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, എപ്പോഴും ഈ ഭൂമധ്യരേഖ വരെ മാത്രം വീശുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, അതായത് തെക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്, നേരെ ഭൂമധ്യരേഖ ക്രോസ് ചെയ്യും. ഭൂമധ്യരേഖ ക്രോസ് ചെയ്യുമ്പോൾ ട്രേഡ് വിൻഡ് ക്രോസസ് ദ ഇക്വേറ്റർ, ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ് ടുവാർഡ്സ് റൈറ്റ് ടുവാർഡ്സ് ഡ്യൂ ടു ദ കൊറിയോലിസ് വോയിഡ്, കൊറിയോലിസ് ഫലത്തിന്റെ ഫലമായിട്ട് അത് നേരെ വലതുഭാഗത്തേക്ക് വ്യതിചരിക്കും, വലതുഭാഗത്തേക്ക് യു ടേൺ അടിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക, യു ടേൺ എന്ത് ടേണെങ്കിൽ ആയിക്കോട്ടെ അടിക്കും. അതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കും, ഇതിനെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ, തെക്ക് കിഴക്കൻ വാണിജ്യവാദം തന്നെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ടും സെയിം ആണ്. ഒരു സമയത്ത് മൂപ്പരെന്ത് ചെയ്യും, ഇവിടെ മാത്രം വീശും, പക്ഷേ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ മാസത്തിൽ ഇക്വേറ്റർ ക്രോസ് ചെയ്ത് ഇന്ത്യയുടെ ഭാഗത്തും കൂടി വീശുന്നു മനസ്സിലാക്കുക. ഇനി എന്നാ നമ്മുടെ ഇന്ത്യൻ പെനിൻസുല ഇതിനെ 2 ബ്രാഞ്ചുകളാക്കി മാറ്റുന്നു. അതിൽ അറേബ്യൻ സീ ബ്രാഞ്ച് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റ് പടിഞ്ഞാറൻ തീരം വഴി ഇന്ത്യയിലേക്ക് കയറും, പിന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് കിഴക്കൻ തീരം വഴിയും ഇന്ത്യയിലേക്ക് കയറും. എന്നിട്ട് ഇന്ത്യയിൽ മുഴുവൻ അതെന്ത് ചെയ്യും, ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിലും അതേപോലെ തന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ വടക്കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ നൽകും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്ത് കിട്ടി, നിങ്ങൾക്ക് മൺസൂണിന്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഈ പോയിന്റുകൾ പഠിക്കുക, എല്ലാ പോയിന്റും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു 4 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതാ. ഓക്കെ, അപ്പോൾ മക്കളെ 2 ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. ഒന്ന് കാര്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ജസ്റ്റ് കുറച്ചൊക്കെ സ്പീഡിലാണ് പറഞ്ഞു പോയത്, കുറേയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയുടെ തലേന്ന് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നതിൽ വലിയ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ വെരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ സ്ലോയിൽ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആദ്യത്തെ 2 ചാപ്റ്ററുകൾ. അതുകൊണ്ടാണ് ഇങ്ങനെ പക്ക സയൻസ് ആണ് അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ എന്തായാലും മക്കളെ ഈ ചാപ്റ്റർ തറായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ള 8 മാർക്ക് നിങ്ങൾ മിസ്സാക്കരുത്. എങ്ങനെയെങ്കിലും ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടി പോവുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ഓൾ ദ ബെസ്റ്റ്.